ഓക്കെ. അപ്പൊ നമുക്ക് റിസീവബിൾസ് മാനേജ്മെന്റിന്റെ ഒരു ഫാക്ടറിംഗ് ഏരിയയിലുള്ള ഒരു 3, 4 ക്വസ്റ്റ്യനാണ് ചെയ്യാനുള്ളത്. അപ്പൊ റിസീവബിൾസ് മാനേജ്മെന്റ് മൊത്തത്തിൽ കഴിയും. ഓക്കെ. ഞാന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ ഡെറ്റേഴ്സ് മാനേജ്മെന്റിന്റെ ജസ്റ്റ് പ്ലെയിൻ ക്വസ്റ്റ്യൻസുകൾ നമ്മള് ഇതുവരെ ചെയ്തു. ഞാൻ ഈ ഫാക്ടറിംഗ് വരണ ക്വസ്റ്റ്യൻ സോൾവ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഫാക്ടറിംഗ് എന്താണെന്ന് ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞുതരാം. ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഒബ്വിയസ്ലി ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ഒരു കോമ്പറ്റിറ്റീവ് എൻവയറമെന്റ് ആണ്. അല്ലേ? ഒരു കോമ്പറ്റിറ്റീവ് എൻവയറമെന്റ് ആണ് ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും. ഇപ്പൊ ഞാൻ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ഏഹ് ഒരു ബിസിനസ് ഞാൻ തുടങ്ങുകയാണ്. ABC ലിമിറ്റഡ് എന്നൊരു കമ്പനി ബിസിനസ് തുടങ്ങുകയാണ് ഞാൻ. ഇപ്പോ ഒബ്വിയസ്ലി ബിസിനസ് ആകുമ്പോൾ സെയിൽ ഉണ്ടാവും. സെയില് ക്രെഡിറ്റ് സെയിലും ഉണ്ട്, ക്യാഷ് സെയിലും ഉണ്ട്. കസ്റ്റമർക്ക് ആഗ്രഹം എപ്പോഴും ക്രെഡിറ്റ് സെയിൽ കിട്ടണമെന്നാ നോർമലി. എന്നാൽ നമുക്ക് ബിസിനസ്സുകാരനൊക്കെയായാലും ക്യാഷ് സെയിൽ വേണമെന്നാണ് ആഗ്രഹം. എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് വൈകി പൈസ അടക്കണം. ബിസിനസ് ഓണറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നേരത്തെ പൈസ കിട്ടണം. ബട്ട് നമ്മള് ക്രെഡിറ്റ് സെയിൽ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ABC ലിമിറ്റഡ് ക്രെഡിറ്റ് സെയിൽ കൊടുത്തില്ലെങ്കിലും ABC ലിമിറ്റഡിന്റെ സെയിം പ്രൊഡക്റ്റ് വിൽക്കണ വേറെ ബിസിനസ്സുകാരുണ്ടായിരിക്കും. അവര് ക്രെഡിറ്റ് സെയിൽ കൊടുക്കും ഈ കോമ്പറ്റിറ്റീവ് എൻവയറമെന്റിൽ. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ നിർബന്ധിതനാവും എന്ത് ക്രെഡിറ്റ് സെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മാർക്കറ്റിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ഒബ്വിയസ്ലി ക്രെഡിറ്റ് സെയിൽ കൊടുക്കുമ്പോഴാണ് എന്തുണ്ടാവുക അവിടെ റിസീവബിൾസ് ഉണ്ടാവുക. റിസീവബിൾസ് മീൻസ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ്. റിസീവബിൾസ് ഒരു ബ്രോഡർ ടേം ആണ്. അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സംഭവമാണ് എന്ത് ഡെറ്റർ, BR സംഭവങ്ങളൊക്കെ. നോർമലി റിസീവബിൾസ് ആണ് പറയാം. ക്രെഡിറ്റ് സെയിൽ ചെയ്യുമ്പോഴാണ് റിസീവബിൾസ് ഉണ്ടാവുക. ഈ റിസീവബിൾസിനെ പ്രോപ്പർലി മാനേജ് ചെയ്യണം. കാരണം കടത്തിനാണ് വിൽക്കുന്നത് അല്ലെ. ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ തിരിച്ച് കിട്ടും എന്നുള്ള ഒരു അസംഷനിലാണ് ABC ലിമിറ്റഡ് വിൽക്കുന്നത്. അപ്പോ ഒരു ഡെറ്റർ അല്ലേ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു റിസീവബിൾ അല്ലേ ഉണ്ടായിരിക്കുക. ഡ്യൂറിങ് ദി ഇയർ ഒരുപാട് സെയിൽ നടത്തും, ഒരുപാട് ഡെറ്റേഴ്സ് ഉണ്ടാവും, ഒരുപാട് റിസീവബിൾസ് ഉണ്ടാവും. ഇതിനൊക്കെ പ്രോപ്പർലി മാനേജ് ചെയ്യണം. ഡ്യൂ ഡേറ്റ് ആവുമ്പോൾ തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. അതിന് വേണ്ടിയിട്ട് കോൾ ചെയ്യേണ്ടി വരും, ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കിട്ടാക്കടമാവാം ചിലപ്പോൾ. ലൈക്ക് ചിലർക്ക് കസ്റ്റമർക്ക് തരാൻ അവരുടെ കയ്യിൽ പേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ABC ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്ക് ചിലപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യാന്നുള്ള ഓപ്ഷനേ ഉണ്ടായിരിക്കുള്ളൂ. ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് സെയിൽ ആകുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ചിലപ്പോൾ ABC ലിമിറ്റഡിന് ബിസിനസ്സിൽ ചിലപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഈ ഡെറ്ററിനെ മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇവിടെയാണ് ഫാക്ടറിങ് അല്ലെങ്കിൽ ഫാക്ടർ എന്നുള്ള ഒരു ടേമിന് റെലവൻസ് വരുന്നത്. അതും ഒരു കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ ഇവർക്ക് റിസീവബിൾസ് ഉള്ളത് ഒരു 30,000 രൂപയാണ് വിചാരിക്കുക. 30,000 രൂപയാണ് കിട്ടാനുള്ളത്. 30 ദിവസം കഴിഞ്ഞാലാണ് 30 ദിവസമാണ് ക്രെഡിറ്റ് പീരീഡാണ് വിറ്റിട്ടുള്ളത്. 30,000 രൂപയാണ് കിട്ടാനുള്ളത് വിചാരിക്കുക. ആർക്ക് ABC ലിമിറ്റഡ് കമ്പനി. ABC ലിമിറ്റഡിന് ഒബ്വിയസ്ലി ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവബിൾസിൽ ഫുൾ ഫോക്കസ് ചെയ്ത് സമയം കളയാനില്ലാത്തത് കൊണ്ട് ABC ലിമിറ്റഡ് എന്ത് ചെയ്യും? ഈ ഫാക്ടറിനെ ഏൽപ്പിക്കും. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ഇത്രയും കാലം ABC ലിമിറ്റഡ് എന്താണ് സ്വയമാണ് ഡെറ്റർ കളക്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർ വിളിക്കലും ABC ലിമിറ്റഡ് കസ്റ്റമറിനെ ഇപ്പൊ കസ്റ്റമർ എന്നൊരു കസ്റ്റമർക്കാണ് വിറ്റിട്ടുള്ളത്. അവര് വിളിച്ച് പറയും ABC ലിമിറ്റഡ് അത് ഡ്യൂ ഡേറ്റ് ആവാനായി വേഗം തരണട്ടാ. അവിടെ ചെന്ന് സംസാരിക്കും. അപ്പൊ അങ്ങനെ കുറെ കോസ്റ്റ് ഒരു 1000 രൂപ കോസ്റ്റ് ഇൻകർ ചെയ്ത് വിചാരിക്ക് ABC ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്ക് റിസീവബിൾസ് മാനേജ് ചെയ്യുമ്പോൾ. ബട്ട് ഈ ഫാക്ടർ എന്ന് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ABC ലിമിറ്റഡ് പോലത്തെ ഒരുപാട് കമ്പനീസുകൾ ഉണ്ടായിരിക്കുമല്ലോ. ABC ലിമിറ്റഡ് പോലെ വേറെ ബിസിനസ് ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ ഡെറ്റേഴ്സിനെ ആര് മേടിക്കും? ഈ ഫാക്ടർ മേടിക്കും. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാക്ടറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതെന്ത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുണ്ട്. ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ABC ലിമിറ്റഡ് പോലത്തെ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ മാർക്കറ്റിൽ. അവരുടെ ഒക്കെ ഡെറ്റേഴ്സിനെ മേടിക്കും ആര്? ഫാക്ടർ. അപ്പോ ഇപ്പൊ ഇവിടെ നമുക്ക് ABC ലിമിറ്റഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ 30,000 രൂപയുടെ ഡെറ്റർ ആര് മേടിക്കും? ഫാക്ടർ മേടിക്കും. ഫാക്ടർ ഈ ഡെറ്ററിനെ മേടിക്കാന്ന് പറയുമ്പോൾ ഈ ഡെറ്ററിന്റെ വാല്യൂ ആർക്ക് കൊടുക്കും? ഫാക്ടർ ABC ലിമിറ്റഡിന് കൊടുക്കും. ABC ലിമിറ്റഡിന്റെ കയ്യിൽ ഒരു അസറ്റ് ആണ് എന്ത് 30,000 രൂപ ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആ ഡെറ്റർ അല്ലെങ്കിൽ ആ റിസീവബിൾ ആര് മേടിക്കും? ഫാക്ടർ മേടിക്കും. മറ്റേ ഫാക്ടറിന്റെ വാല്യൂ കൊടുക്കും. ഫാക്ടർ 30,000 രൂപയും കൊടുക്കുവോ? ഏഹ് 30,000 രൂപയും കൊടുക്കുവോ? 30,000 രൂപ ഡെറ്റർ വെച്ച് 30,000 രൂപയും കൊടുക്കും ABC ലിമിറ്റഡിന്. ഫാക്ടർ എന്താ പുണ്യം കിട്ടാനാണോ ഇരിക്കുന്നത്? ഒരിക്കലും കൊടുക്കില്ല. ഫാക്ടർ എന്ത് ചെയ്യും? ഒരു കമ്മീഷൻ പിടിക്കും. ഏഹ് ഒരു 500 രൂപ ഒരു കമ്മീഷൻ പിടിക്കും വിചാരിക്ക്. 500 രൂപ. അപ്പൊ എത്ര കൊടുക്കുള്ളൂ? 29,500 ആണ് കൊടുക്കുള്ളൂ. അപ്പൊ ഇവിടെ കോസ്റ്റ് ഓഫ് ഫാക്ടറിംഗ് ഫോർ ABC ലിമിറ്റഡ് എത്ര? 500 രൂപയല്ലേ? അല്ലേ? 500 രൂപയല്ലേ? എന്നാൽ ഇവര് സ്വയം മാനേജ് ചെയ്യുമ്പോൾ ഇവർക്കുണ്ടായ കോസ്റ്റ് എത്ര? ABC ലിമിറ്റഡ് ഇത്രയും കാലം ഫാക്ടറിംഗ് ഇല്ലാതെ സ്വയം മാനേജ് ചെയ്യുമ്പോൾ 1000 രൂപ. അപ്പൊ നോക്ക്, സെൽഫായിട്ട് ഡെറ്റർ മാനേജ് ചെയ്യുമ്പോൾ 1000 രൂപ. എന്നാൽ ഫാക്ടറിംഗിന് 500 രൂപ. അപ്പൊ ഇത്രയും കാലം സെൽഫായിട്ട് മാനേജ് ചെയ്തിരുന്ന ABC ലിമിറ്റഡ് ഈ ഡെറ്റർ മാനേജ്മെന്റ് ഫാക്ടറിന് കൊടുക്കുമ്പോൾ
രൂ. 500 ചെലവും അതിന് പുറമെ രൂ. 1000 സേവും ചെയ്യല്ലേ ചെയ്യണത്. ഇൻഡയറക്ട്‌ലി നെറ്റ് ബെനിഫിറ്റ് 500ന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവല്ലേ ചെയ്യുന്നത്. അപ്പൊ ഫാക്ടറിങ് പോവല്ലേ നല്ലത്. അപ്പൊ മിക്ക ക്വസ്റ്റ്യനിലും ഇങ്ങനെയായിരിക്കും ഉണ്ടാവാ. ഈ ഒരു 1000 തന്നിട്ടുണ്ടാവായിരിക്കും. ഫാക്ടറിങ്ങിന്റെ കോസ്റ്റ് നമ്മള് കണ്ടുപിടിക്കേണ്ടി വരും. അതിന്റെ ബെനിഫിറ്റ് ഡിഫറൻസ് നോക്കും. അത് ഏതാണ് ഫാക്ടറിങ് എടുക്കണതാണോ എടുക്കാതിരിക്കണതാണോ നല്ലത്. അതാണ് മിക്ക ക്വസ്റ്റ്യനിലും ചോദിക്കാറ്. ഓക്കെ. ഇപ്പൊ ഈ രൂ. 500 ഡിഡക്ട് ചെയ്തിട്ട് 29,500 ഫാക്ടറി എബിസി ലിമിറ്റഡിന് കൊടുക്കും പറഞ്ഞു. ഇനി ഫാക്ടറിന് എങ്ങനെയാണ്? എടാ 29,500 കൊടുത്തു ഫാക്ടറി എബിസി ലിമിറ്റഡിന്. എങ്ങനെയാണ് 29,500 ലൈക്ക് റിക്കവർ ചെയ്യാ ഫാക്ടറി? ഫാക്ടറി വിൽ റിക്കവർ എന്ത് ഈ 29,500 അല്ല 30,000 റിക്കവർ ചെയ്യും. ആരുടേക്കെന്ന്? എയുടെ കയ്യിൽ നിന്ന് ഫാക്ടറി റിക്കവർ ചെയ്യും. അതിനുള്ള കഴിവ് അവർക്കുണ്ടാവും. റിട്ടേൺ കളക്ട് ചെയ്യാൻ. അത്ര ആൾക്കാരാണ് ഫാക്ടറിങ് പരിപാടിക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ 30,000 കളക്ട് ചെയ്തു. നോക്ക്. അപ്പൊ 30,000 കളക്ട് ചെയ്തു. ആര്? ഫാക്ടറി എയുടെ കയ്യിന്ന്. എന്നാ എയുടെ കയ്യിന്ന് 30,000 കളക്ട് ചെയ്തു. എബിസി ലിമിറ്റഡിന് കൊടുത്തതാണെങ്കിൽ 29,500. ഇൻഡയറക്ട്‌ലി ഫാക്ടറിന്റെ ലാഭം എത്ര? രൂ. 500. ലൈക്ക് ഈ ഡിഡക്ട് ചെയ്ത എമൗണ്ട് അത്രള്ളൂ. അപ്പൊ ഇതാണ് ഒരു ഐഡിയ ഫാക്ടറിങ്ങിന്റെ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു രൂ. 500 ഫീസ് എന്നാ പറഞ്ഞിട്ടുള്ളൂട്ടാ. ഇതിന് പുറമെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സംഭവം വരും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ പഠിക്കാം. അപ്പൊ ഇതാണ് ഫാക്ടറിങ്ങിന്റെ ഒരു ചെറിയൊരു ഐഡിയ. ഞാൻ പറഞ്ഞതാണ്. ചെറിയ സിമ്പിൾ നമ്പർ വെച്ചിട്ട് സിമ്പിൾ എമൗണ്ട് വെച്ചിട്ട് പറഞ്ഞൂന്നുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ കോൺസെപ്റ്റിൽ വേണം നിങ്ങൾ ആലോചിക്കാൻ. ഓക്കെ. ഇപ്പൊ നോർമലി ഇപ്പണ്ടല്ലോടാ, ഇപ്പൊ ഇതൊരു 30 ദിവസത്തിനായിരിക്കും 30,000 സെയിൽ നടന്നുണ്ടായിരിക്കുക. അപ്പൊ ഒരു മന്തിന്റെ ബിഗിനിങ്ങില് ഈ ഡെറ്റർ ആര് കൊടുക്കും? എബിസി ലിമിറ്റഡ് ഫാക്ടറിന് കൊടുക്കും. നെക്സ്റ്റ് മന്തിൽ ഇതുപോലെ 30,000 നടക്കുന്നുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കും? ഫാക്ടറിന് കൊടുക്കും. അപ്പൊ ഈ മന്തില് 30,000 ഫസ്റ്റ് മന്തില് 30,000 ഫാക്ടറിക്ക് കൊടുക്കുമ്പോൾ ലൈക്ക് നമ്മൾ അസ്യൂം ചെയ്യും ബിഗിനിങ്ങിലാണ് സെയിൽ നടന്നത്. ക്രെഡിറ്റ് സെയിൽ അസ്യൂം നടന്നുള്ള അസംഷനില് ഫാക്ടറി എത്ര കൊടുക്കും? 29,500 കൊടുക്കും. ആ മന്തിന്റെ ആവുമ്പോ എയുടേക്കന്ന് ഫാക്ടറി 30,000 റിക്കവർ ചെയ്യും. അതുപോലെ നെക്സ്റ്റ് മന്തിലും 30,000ത്തിന്റെ സെയിൽ നടന്നുള്ള അസംഷനില് 30,000 ഉള്ള ഡെറ്റർ എബിസി ലിമിറ്റഡ് ഫാക്ടറിന് കൈമാറും. ഫാക്ടറി 29,500 ആർക്ക് കൊടുക്കും? എബിസി ലിമിറ്റഡിന് കൊടുക്കും. അറ്റ് ദ എൻഡ് ഫാക്ടറി എയുടേക്കന്ന് 30,000 റിക്കവർ ചെയ്യും. ഇതിങ്ങനെ മന്ത്ലി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. ഓക്കെ. 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 ഇനി നമുക്ക് വെറുതെ അധികം കോൺസെപ്റ്റ് ആവുന്ന സമയം കളയണ്ട. എക്സാം വരാൻ പോവല്ലേ. നമുക്ക് വേഗം ക്വെഷൻ ചെയ്തിട്ട് ഒരു 2, 3 ക്വെഷൻസ് ഉള്ള ഡിഫറന്റ് നല്ല നല്ല ക്വെഷൻസുകളാണ്. ഒരു ലോ ഡിഫിക്കൽറ്റിയിൽ നിന്ന് ഹൈ ഡിഫിക്കൽറ്റിയിലോട്ട് പോണ ക്വെഷൻസുകളാണ്. നമുക്കത് ചെയ്തിട്ട് പഠിച്ചിട്ട് വേഗം നിർത്താം. ഓക്കെ. എ ഫേം എ ഫേം ഹാസ് എ ക്രെഡിറ്റ് സെയിൽ ഓഫ് 360 ലാക്ക്. ലൈക്ക് ഒരു ഫേമിന് ലൈക്ക് ആ ഒരു ഫാക്ടറിങ്ങിന് ഓപ്റ്റ് ചെയ്യുന്ന ഫേമാണ്. അതാണ് ഫാക്ടറിങ് ഫേം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഫാക്ടർക്ക് 360 ലക്ഷം ഉണ്ടെന്നല്ല. ഇവിടെ എബിസി ലിമിറ്റഡിന് 360 ലക്ഷം ഉണ്ടെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെയിൽ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ആവറേജ് കളക്ഷൻ പീരിയഡ് ഈസ് 30 ഡേയ്സ്. ഓക്കെ. ഓക്കെ. ആ ഫേം 30 ദിവസം ക്രെഡിറ്റ് പീരിയഡിലാണ് വിൽക്കുന്നത്. അപ്പോ എപ്പോഴും ഓൺ ആൻ ആവറേജ് എത്രയാണ് അവിടെ ഡെറ്റർ ഉണ്ടായിരിക്കുക? ആവറേജ് ഡെറ്റർ എത്രയാണ്? 360 ലാക്ക് ഇൻറ്റു 30/360. 360 ഡേയ്സ് അസ്യൂം ചെയ്യാൻ പറയുന്നുണ്ട്. 30 ലാക്കാണ് എന്ത്? ഒരു മിനിറ്റ്. 30 ലാക്കിന്റെ ഡെറ്ററാണ് ഓൺ ആൻ ആവറേജ് ഏത് ഡേയിൽ ചെന്നാലും അവിടെ എന്തുണ്ടായിരിക്കുക? ഡെറ്റർ ബാലൻസ് ഉണ്ടായിരിക്കുക. നമുക്ക് ഈ ഫാക്ടറിങ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ലൈക്ക് അസ്യൂം ചെയ്താൽ മതി. ഇപ്പൊ 30 ഡേയ്സ് ആണല്ലോ ക്രെഡിറ്റ് പീരിയഡ്. അപ്പോ ലൈക്ക് എന്താണ് ആ 30യുടെ ബിഗിനിങ്ങില് ഈ ഡെറ്റർ എമൗണ്ടിന്റെ ഡെറ്റർ എമൗണ്ട് ആർക്ക് 30 ഡേയ്സിന്റെ ബിഗിനിങ്ങിൽ 30,00,000ത്തിന്റെ സെയിൽ ഉണ്ടായി. ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി. ഇപ്പൊ 30 ഡേയ്സ് ആണല്ലോ ക്രെഡിറ്റ് പീരിയഡ്. 30 ഡേയ്സിന്റെ ബിഗിനിങ്ങില് 30,00,000ത്തിന്റെ സെയിൽ ഉണ്ടായി. അപ്പൊ സെയിൽ ഉണ്ടായ അപ്പൊ തന്നെ ഫാക്ടർക്ക് കൊടുക്കും ഈ 30,00,000ത്തിന്റെ ഡെറ്റർ. അപ്പൊ 30,00,000ത്തിന് ഫാക്ടർ അവരുടെ ചാർജ് തെറ്റിയിട്ടുള്ളത് ആർക്ക് കൊടുക്കും? ഈ ഫേമിന് ലൈക്ക് എബിസി ലിമിറ്റഡ് എന്നുള്ള കോണ്ടെക്സ്റ്റിൽ വരുന്ന ആരാണോ ആ ഫേം അവർക്ക് കൊടുക്കും. എന്നിട്ട് മന്ത് എൻഡ് ആവുമ്പോ 30 ഡേയ്സ് കഴിയുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിന്ന് കളക്ട് ചെയ്യാലോ. ഈ ഫാക്ടർ 30 ലാക്ക് ആരുടെ കയ്യിന്ന് കളക്ട് ചെയ്യും? കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യും. അപ്പൊ ആ ഒരു മീനിങ്ങിൽ മനസ്സിലാക്കിയാൽ മതിയെന്ന്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമുണ്ടായിരിക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ 30 ഡേയ്സ് ആണ് എന്ത്? ക്രെഡിറ്റ് പീരിയഡ് അല്ലേ? അപ്പൊ ഇങ്ങനെ അസ്യൂം ചെയ്യാ. എങ്ങനെ? ഈ 30 ലാക്ക് സെയിൽ ഉണ്ടാവുന്നത് മന്ത് ബിഗിനിങ്ങിലാണെന്ന് അസ്യൂം ചെയ്യാ. ലൈക്ക് 30 ഡേയ്സ് വരുമ്പോ ഒരു മന്ത് അല്ലടാ. ആ മന്തിന്റെ ബിഗിനിങ്ങിലാണ് അല്ലെങ്കിൽ 30 ഡേയ്സിന്റെ ഫസ്റ്റ് ഡേയിലാണ് എന്ത് സെയിൽ ഉണ്ടാവുന്നത്. എത്ര? 30 ലാക്ക്. ചിലപ്പോ ഡ്യൂറിങ് ദി മന്ത് ആയിരിക്കാം. ബട്ട് നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ കോൺസെപ്റ്റിലി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയോട് കൂടി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. മന്ത് ബിഗിനിങ്ങിൽ 30,00,000ത്തിന്റെ സെയിൽ ഉണ്ടായി. അപ്പൊ 30,00,000 സെയിൽ ഉണ്ടാവുമ്പോ തന്നെ ഒബ്വിയസ്ലി ഡെറ്റർ ആയി.
അപ്പൊ തന്നെ ഫാക്ടറിക്ക് കൈമാറും. ഇപ്പൊ ഇവിടെ ഏത് ഫേമാ ഇള്ളത്? ഇപ്പൊ ഈ ഫേമിന്റെ പേര് എബിസിയാ വിചാരിക്ക്. എബിസി ആർക്ക് കൈമാറും? ഫാക്ടറിക്ക് കൈമാറും. 30,00,000 രൂപ. അപ്പൊ 30,00,000 രൂപേന്ന് ലൈക്ക് ചെറിയൊരു ഫാക്ടറിന്റെ ഫീസൊക്കെ ഡിഡക്ട് ചെയ്തിട്ട് ആര് ആർക്ക് കൊടുക്കും? ഫാക്ടറി എബിസി ലിമിറ്റഡിന് കൊടുക്കും. എടാ ഈ ഡെറ്ററിന് ഫാക്ടറി കൊടുക്ക എന്തിനാണ്? 30 ദിവസം കയ്യിന് കിട്ടേണ്ട എമൗണ്ട് കമ്പനിക്ക് നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ നോക്ക് 30 ദിവസത്തിന് സെയിൽ ചെയ്തു ആര്? എബിസി ലിമിറ്റഡ്. ഇനി 30 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. പക്ഷെ ഫാക്ടറി ഉള്ളതുകൊണ്ട് ഒരു ചെറിയ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ടാണെങ്കിലും ഫാക്ടറിന്റെ ഫീസ് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആർക്ക് കൊടുക്കും? എബിസി ലിമിറ്റഡിന് കൊടുക്കും. ഫോർ എക്സാമ്പിൾ 30,00,000 ത്തിന് പകരം ഫാക്ടറി കൊടുക്കുന്നത് എത്ര? ഒരു 29,00,000 വിചാരിക്കുക. അസ്യൂം ചെയ്യും. അപ്പൊ ആഹ്, അപ്പൊ മന്ത് ബിഗിനിങ്ങില് ഇണ്ടായ ഡെറ്റർ എബിസി ലിമിറ്റഡ് ഫാക്ടറിക്ക് കൊടുക്കും. ഫാക്ടറിന്റെ ഫീസ് ഡിഡക്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഇപ്പൊ ഈ നമ്മുടെ എക്സാമ്പിൾ ജസ്റ്റ് 29,00,000 ആർക്ക് കൊടുക്കും? എബിസി ലിമിറ്റഡിന് കൊടുക്കും. എന്നിട്ട് 30 ഡേയ്സ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് പീരിയഡ് കഴിഞ്ഞല്ലോ. കസ്റ്റമറുടെക്കന്ന് ആര് കളക്ട് ചെയ്യും? ഫാക്ടറി 30 കളക്ട് ചെയ്യും. ഈ ഒരു മീനിങ്ങില് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇനി സോൾവ് ചെയ്യുമ്പോട്രാ. ഓക്കെ. മനസ്സിലായി വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി കേട്ടാ മതി. മനസ്സിലാവും. ഓക്കെ. സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയണത്. ഫോക്കസ് ചെയ്ത് കേട്ടാ മനസ്സിലാവും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അയ്യോ! ഇത് കളയണ്ട. അയ്യോ! तेरा लग गया बादशाह. ഓക്കെ നോക്കട്ടാ. ഫാക്ടറി ഇപ്പോൾ 30 സെയിൽ ആക്കിയത് ഫിനാൻഷ്യൽ കൺട്രോളർ ലൈക്ക് ആ കമ്പനി ആ ഫേമിലത്തെ ആരെങ്കിലും ടോപ്പ് മാനേജ്മെന്റ് എന്തെങ്കിലും ആയിരിക്കും. ദ ഫിനാൻഷ്യൽ കൺട്രോളർ എസ്റ്റിമേറ്റ് എ ബാഡ് ഡെറ്റ് ലോസ് ഓഫ് 2%. എന്ന് വെച്ചാല് ഈ ഫാക്ടറിങ് ഇല്ലാത്ത സിനാരിയോയിലാട്ടോ ഇവിടെ പറഞ്ഞത്. നോർമലി ബാഡ് ഡെപ്റ്റ് എന്താണ് 2% ആണ് ഉണ്ടാവുക. ഏഹ് ഇത് റിക്കോഴ്സ് ആണോ നോൺ റിക്കോഴ്സ് ആണോ പറയണ്ട ഒരു മിനിറ്റ്. ഓക്കെ ഇവിടെ നോർമലി ഫാക്ടറിങ് ചെയ്യണതിന് മുന്നേ 2% സെയിലിന്റെ ടോട്ടൽ സെയിലിന്റെ 2% ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഫാക്ടറിങ് കൊടുക്കുന്നതിന് മുന്നേ 1,40,000 ആണ് ഈ കമ്പനി സ്വയം ഡെറ്ററിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചെലവ്. അപ്പൊ ഈ 2 ചെലവ് ഇനി ഉണ്ടായിരിക്കോ? ഇല്ല. കാരണം ഇനി ഫാക്ടറിനെ ഏൽപ്പിക്കല്ലേ. ഫാക്ടറി കളക്ട് ചെയ്തോളും. അപ്പൊ കളക്ഷൻ ചാർജ് ആർക്കുണ്ടായിരിക്കില്ല? കമ്പനിക്ക് ഉണ്ടായിരിക്കില്ല. അതുപോലെ ബാഡ് ഡെപ്റ്റും ഫാക്ടറി കളക്ട് ലൈക്ക് ബെയർ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു നോൺ റിക്കോഴ്സ് ബേസിസിൽ വിചാരിക്കാം. 2 ടൈപ്പ് ഫാക്ടറിംഗ് ഉണ്ട് ട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. റിക്കോഴ്സ് ബേസിസും നോൺ റിക്കോഴ്സ് ബേസിസും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നോൺ റിക്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അൾട്ടർനേറ്റീവും ഇല്ല ആർക്ക്? ഫാക്ടറിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിലും ആര് സഹിക്കണം? ഫാക്ടറി സഹിക്കണം. റിക്കോഴ്സ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റിക്കോഴ്സ് ഉദ്ദേശിക്കുന്നത് ഒരു അൾട്ടർനേറ്റീവ് ഉണ്ട്. ഇപ്പൊ റിക്കോഴ്സ് പറഞ്ഞ ഒരു അൾട്ടർനേറ്റീവ് എന്നുള്ളൊരു മീനിംഗ് ആണ്. നോൺ റിക്കോഴ്സ് പറഞ്ഞാല് ഒരു അൾട്ടർനേറ്റീവും ഇല്ല ഫാക്ടറിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബാഡ് ഡെപ്റ്റ് ഫാക്ടറിനെ സഹിക്കണം. ആ കളക്ട് ചെയ്തിട്ടുള്ള ലൈക്ക് ഹാൻഡിൽ ചെയ്യണ ഡെറ്ററിലുള്ള ബാഡ് ഡെപ്റ്റ്. എന്നാൽ റിക്കോഴ്സ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഡ് ഡെപ്റ്റ് വല്ലതുണ്ടെങ്കിൽ ഫാക്ടർ ആ ബാഡ് ഡെപ്റ്റ് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യും? കമ്പനിക്ക്, ഫേമിന് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ നോർമലി നിങ്ങളൊന്ന് നിങ്ങളുടെ കോമൺ സെൻസിൽ ആലോചിച്ച് നോക്കി. നോൺ റിക്കോഴ്സ് ബേസിസിലായിരിക്കോ റിക്കോഴ്സ് ബേസിസിലായിരിക്കോ ഫാക്ടറിന്റെ ഫീസ് കൂടുതലുണ്ടാവാ? റിക്കോഴ്സിലായിരിക്കും നോൺ റിക്കോഴ്സിലായിരിക്കോ? ഒബ്വിയസ്ലി ഫാക്ടറിന്റെ ഫീസ് കൂടുതലുണ്ടായിരിക്കുക നോൺ റിക്കോഴ്സിലായിരിക്കും. കാരണം ഫാക്ടർ അവിടെ ബാഡ് ഡെപ്റ്റിനെ സഹിക്കുന്നുണ്ടെങ്കിൽ ആ ബാഡ് ഡെപ്റ്റ് ആവാതിരിക്കാൻ നോക്കണമെങ്കിൽ ഒരുപാട് പണി ആര് എടുക്കേണ്ടി വരും? ഫാക്ടറി എടുക്കേണ്ടി വരും. അപ്പൊ ഒബ്വിയസ്ലി കൂടുതൽ കമ്മീഷൻ ഡിഡക്ട് ചെയ്യും നോർമലി. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാത്ത നമുക്ക് നോൺ റിക്കോഴ്സ് എന്നുള്ള അസംപ്ഷൻ എടുക്കാം. അങ്ങനെ എടുത്താൽ മതി. ദിസ് കോസ്റ്റ് കംപ്രൈസസ് ലൈക്ക് ഈ 1,40,000 സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഒക്കെ സാലറിയാണ്. ദീസ് ആർ അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഫാക്ടറിങ് വരികയാണെങ്കിൽ ഫാക്ടറിന് കൊടുക്കുകയാണെങ്കിൽ ഈ കോസ്റ്റ് അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഇതൊരു സേവിങ്സ് ആവാണ്. ഈ 2% ബാഡ് ഡെപ്റ്റും 1,40,000 സേവിങ്സ് ആയി മാറുകയാണ് എപ്പോ ഫാക്ടറിങ് വരുന്നത് കൊണ്ട്. A factoring firm has offered to buy the firm's receivable. Like factory firm മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. The factory will charge 1% commission and will pay an advance against the receivable on an interest at the rate of 15% per annum. ഓക്കെ. ആഫ്റ്റർ വിത്ത്ഹോൾഡിംഗ് 10% ആസ് റിസർവ്. ഈ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോസ്റ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാക്ടറി ഞാനാണെന്നുണ്ടെങ്കിൽ 30,00,000 ഡെറ്റർ കമ്പനിയായി നീ എനിക്ക് തരുമ്പോൾ ഞാൻ ഒരു 10% എന്ന് വെച്ചാൽ 3,00,000 ഞാൻ പിടിച്ചു വെക്കും. എന്നിട്ട് കസ്റ്റമറിലേക്ക് ഞാൻ കളക്ട് ചെയ്തതിന് ശേഷം നിനക്ക് ഞാൻ തരും. ഫാക്ടറായി ഞാൻ കസ്റ്റമറിന് കളക്ട് ചെയ്തതിന് ശേഷം നിനക്ക് ഞാൻ തരും. അപ്പൊ ജസ്റ്റ് ഫോർ ദ ടൈം ബീങ് ഒന്ന് പിടിച്ചു വെക്കണൂന്നുള്ളൂ. നിനക്ക് ഞാൻ തരും അത് പിന്നീട്. ആ ഒരു മീനിങ്ങിലാട്ടോ റിസർവ് പറയണത്. ഓക്കെ. അനലൈസ് വാട്ട് ഷുഡ് ദ ഫേം ഡു? ഫാക്ടറിംഗ് ആണോ നല്ലത് അതോ ഓൺ ഏഹ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ഡെറ്റർ ആണോ നല്ലത് എന്താണ് നമ്മൾ കമ്പനി സ്വയം ഡെറ്ററിനെ മാനേജ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നു നോക്കുക.
ഫാക്ടറിങ് ആകുമ്പോ എത്ര കോസ്റ്റ് വരുന്നത് നോക്കാ. ഏതാണോ ബെനിഫിഷ്യൽ, ഏതാണോ കുറവ് കോസ്റ്റ് അത് സെലക്ട് ചെയ്യാ അത്രേ. അപ്പൊ ഇവിടെ ആദ്യം കണ്ടല്ലോ നമുക്ക് ഫാക്ടറിങ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ബെനിഫിറ്റുകൾ ആദ്യം നോക്കാം. ഫാക്ടറിങ് ചെയ്യുമ്പോൾ സേവിങ്സ് ഡ്യൂ ടു ഫാക്ടറിങ്. ബാഡ് ഡെപ്റ്റ് ഒരു സേവിങ് അല്ലേ? നോക്കടാ, ഈ ബാഡ് ഡെപ്റ്റ് 2% ഞാൻ ഫാക്ടറിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇൻകർ ആവോ? ഇൻകർ ആവത്തില്ല. കാരണം അത് നോൺ റിക്കോഴ്സ് ബേസിസിലാണ് നമ്മൾ അസ്യൂം ചെയ്യും എന്ത് ഫാക്ടറിങ് ഡെറ്ററിന് എടുക്കുന്നത്. അപ്പൊ ഇതാര് സഹിക്കും? ഫാക്ടറി സഹിക്കും. ഇപ്പോ 2% ഓഫ് ക്രെഡിറ്റ് സെയിൽ ടോട്ടൽ ഇയർ സെയിൽ എത്ര? 3,60,000. 3,60,000 2% ബാഡ് ഡെപ്റ്റ് ആവുമായിരുന്നു. ഞാനാണ് കളക്ട് ചെയ്തിരുന്നുവെങ്കിൽ. ഇപ്പൊ ഫാക്ടറിന് ഞാൻ കൊടുത്തതുകൊണ്ട് ആ 2% ബാഡ് ഡെപ്റ്റ് എനിക്ക് വരത്തില്ല. അപ്പൊ അതൊരു സേവിങ്സ് അല്ലേ? ഒരു എക്സ്പെൻസ് ഇല്ലാതാവാന്ന് പറഞ്ഞ ഒരു സേവിങ്സ് അല്ലേ? അതുപോലെ തന്നെ 1,00,000 അഡ്മിനിസ്ട്രേഷൻ ഡെറ്റർ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 1,40,000 അതും എനിക്കിപ്പോ ഉണ്ടാവുന്നില്ലല്ലോ. കാരണം ഞാനിപ്പോ ഡെറ്റർ മാനേജ് ചെയ്യണില്ല. കാരണം ഞാൻ ഡെറ്റർ ഉണ്ടായി അപ്പൊ തന്നെ ഫാക്ടറിന് കൊടുക്കുകയാണ്. ഫാക്ടറാണ് മാനേജ് ചെയ്യണത്. ആ കോസ്റ്റ് എന്റെ തലക്ക് വരത്തില്ലല്ലോ. അപ്പൊ ഫാക്ടറിന് കൊടുക്കുന്നതിന് മുന്നേ ഞാനായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പനിയായി ഞാനായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് 1,40,000 എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആ എക്സ്പെൻസ് ഇല്ല. അതുകൊണ്ട് സേവിങ്സ് ആയി. ടോട്ടൽ എത്രയാണ് സേവിങ്സ്? 8,60,000. ഡ്യൂറിങ് ദി ഇയർ ആനുവൽ സേവിങ്സ് ഡ്യൂ ടു ഫാക്ടറിങ് എനിക്ക് എത്രയാണ്? 8,60,000 ആണ് എന്ത് സേവിങ്സ്. ഇവിടെ ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രസന്റേഷൻ ഞാൻ ആൻസർ ലാസ്റ്റ് കാട്ടിയിട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതിയാൽ മതിട്ടാ. ഞാനിങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്ന പോലെ എഴുതരുത്. ക്ലിയർ പക്കയായിട്ട് നിങ്ങൾ എഴുതണം. ഞാൻ മെയിൻലി ഇതിന്റെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഈ സമയം ഒരുപാടാവും. നിങ്ങൾക്കും വേറെ കുറെ പേപ്പേഴ്സ് പഠിക്കാനുണ്ടായിരിക്കുമല്ലോ. ഓക്കെ. ഇവിടെ ഞാൻ സേവിങ്സുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഫാക്ടറിങ് കാരണം എനിക്കുണ്ടാവുന്ന കോസ്റ്റ് അത് നോക്കണം. ആ കോസ്റ്റ് ഈ സേവിങ്സിനെക്കാളും കൂടുതലാവരുത്. ഏഹ്? അല്ലേ? അതെ. ഇതായിരിക്കണം കൂടുതല്. അല്ലെടാ? അതെ, അതെ. ഓക്കെ. എന്നാലല്ലേ നമ്മള് ഫാക്ടറിങ്ങിലോട്ട് മാറുമ്പോൾ എനിക്ക് ഓൾറെഡി ഇപ്പോ ഫാക്ടറിങ് വരുന്നതിന് മുന്നേ എനിക്ക് 9,00,000 ആയിരുന്നു കോസ്റ്റ് ഡെറ്ററിന്റെയൊക്കെന്ന് കളക്ട് ചെയ്യാന്. ഇപ്പൊ ഫാക്ടറി വന്നേഷം 10,00,000 ആയി. ആരെങ്കിലും അതിന് നിക്കോ? ഇല്ല. അപ്പൊ മുന്നത്തേക്കാളും കോസ്റ്റ് കുറവായിരിക്കണം എന്തില്? ഫാക്ടറിങ്ങില്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു 30,00,000 ആണ് എന്ത് ഇവിടെ 1 മന്ത് അല്ലെങ്കിൽ 30 ഡേയ്സ് ആണ് എന്ത് ക്രെഡിറ്റ് പീരിയഡ്. അപ്പൊ ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി 30 ഡേയ്സിന്റെ ബിഗിനിങ്ങില് എന്ത് 30,00,000 സെയിൽ ഉണ്ടാവും. അതിവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 30,00,000 സെയിൽ ഉണ്ടാവും. അതിന്ന് ഡെറ്ററിന്റെ ഫാക്ടറിന്റെ ഫീസ് ഈ 30,00,000 ഡെറ്ററിനെ ആരെ ഹാൻഡ് ഓവർ ചെയ്യും? കമ്പനി ഫാക്ടറിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഫാക്ടറി എന്നിട്ട് ഒരു സെർട്ടൈൻ ഫീസ് അയാളുടെ ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി ആർക്ക് തരും? കമ്പനിക്ക് തരും. ഓക്കെ. അപ്പൊ ആളുടെ ഫീസ് നമുക്ക് നോക്കാം. അപ്പൊ 30,00,000 ഇതൊരു ഓപ്പറേറ്റിംഗ് സൈക്കിളാട്ടാ. 30 ഡേയ്സ് പറയുമ്പോ ഒരു സൈക്കിള്. അപ്പൊ മൊത്തം ഡ്യൂറിങ് ദി ഇയർ 12 സൈക്കിൾ ഉണ്ടാവും. 360/30 ഓക്കെ. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു സൈക്കിളിന്റെ കേസാണ് ഇപ്പൊ നമ്മൾ നോക്കണത്. ആഹ് ആവറേജ് ഡെറ്റർ എത്രയാണ്? 30,00,000 ആണ്. ഈ 30,00,000 ആണ് വൺ ടൈം ഫസ്റ്റ് സൈക്കിളില് ഫാക്ടറിക്ക് കൊണ്ടോയി കൊടുക്കുക. അപ്പോ ഫാക്ടർ ഈ 30,00,000ന്റെ 1% എന്താക്കി എടുക്കും? കമ്മീഷൻ ആക്കി എടുക്കും. അപ്പൊ ഫാക്ടർ കമ്മീഷൻ എത്ര? 30,00,000ന്റെ 1% പറഞ്ഞാ 30,000. 30,000. അതുപോലെ തന്നെ എത്ര അഡ്വാൻസ് ആണ് കൊടുക്കുക? ഈ 30,00,000 ഫുള്ള് കൊടുക്കോ? ഇല്ല. 30,00,000ല് 10% റിസർവ് കീപ്പ് ചെയ്തിട്ട് എന്ന് വെച്ചാ 10% ഫാക്ടർ ഡിഡക്ട് ചെയ്തതിന് ശേഷമാണ് ഉള്ള എമൗണ്ട് ആണ് കൊടുക്കുള്ളൂ. അതും 15% ഇൻട്രസ്റ്റ് പെർ ആനത്തില്. അത് ഞാൻ പറയാം എന്താണ് 50% ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിസർവ് ഞാൻ എത്ര ഡിഡക്ട് ചെയ്യണം? 30,00,000ന്റെ ഇത് ഡിഡക്ട് ചെയ്തിട്ടുള്ളതല്ല. ഡെറ്ററിന്റെ നമ്മളുണ്ടല്ലോ ഈ എമൗണ്ടിന്റെ മേലെയാണ് ഫാക്ടറിന്റെ എല്ലാതും എന്താ അപ്ലൈ ചെയ്യാ. ഇപ്പോ കമ്മീഷൻ 1% എന്തിന്റെ മേലെ? ഫാക്ടറിന്റെ കയ്യിൽ വരുന്ന ഡെറ്റർ എമൗണ്ട് 30,00,000 ആണ് ഫസ്റ്റ് സൈക്കിൾ അല്ലെങ്കിൽ ഫസ്റ്റ് 30 ഡേയ്സില്. അപ്പൊ അതിന്റെ 1% ഡിഡക്ട് ചെയ്തു. റിസർവ് 10% പറഞ്ഞിട്ട് 10% 30,00,000ന്റെ 3,00,000 ഡിഡക്ട് ചെയ്തു. ബാക്കി കൊടുക്ക. അപ്പൊ ഇതൊക്കെ ഫാക്ടറി കമ്മീഷൻ പിടിച്ചു, റിസർവ് പിടിച്ചു. ബാക്കി ഇനി എത്ര കൊടുക്കാനുള്ളത്? ഈ കമ്പനി കൊണ്ടുവന്ന ഡെറ്ററിന്റെ ഭാഗമായിട്ട് 30,00,000 മൈനസ് 3,30,000 26,70,000. ഇതിന്ന്
എടാ ഇയ്യൊന്ന് ആലോചിച്ച് നോക്ക്. കമ്പനിക്ക് ഇപ്പൊ ഇത് കമ്പനിയുടെ പേര് എബിസി ലിമിറ്റഡ് എന്ന് അസ്യൂം ചെയ്യട്ടാ. എബിസി ലിമിറ്റഡിന് ഒരു മാസം കഴിഞ്ഞ് കിട്ടേണ്ട എമൗണ്ട് ആണ് ഇപ്പൊ കിട്ടണത്. ഏഹ് എബിസി ലിമിറ്റഡ് സെയിൽ നടത്തിയാല് 30 ഡേയ്സ് കഴിയണം. എന്ത്? ഈ 30,00,000 കിട്ടാന്. ആ 30,00,000 സ്റ്റാർട്ടിങ്ങില് തന്നെയാണ് കിട്ടാണ് ഫാക്ടറി കാരണം. ലൈക് 30,00,000 അല്ല ചെറിയ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട്. ഈ ഫാക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇനി 30,00,000 ലൈക് ഇപ്പൊ 26,70,000 ഫാക്ടറി ആർക്ക് കൊടുക്കാണ്? എബിസി ലിമിറ്റഡിന് കൊടുക്കാണ്. അപ്പൊ ഫാക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ 26,70,000 ഇനി കിട്ടണമെങ്കിൽ റിക്കവർ ചെയ്യണമെങ്കിൽ 1 മന്ത് കഴിയണം. എന്നാലാണ് കസ്റ്റമറിലേക്ക്ന്ന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ഉണ്ടല്ലോടാ ഫാക്ടറിന്റെ കയ്യിലിരിക്കുന്ന 26,70,000 രൂപ എബിസി ലിമിറ്റഡിന് കൊടുക്കാണ്. എബിസി ലിമിറ്റഡിന് 26,70,000 രൂപ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ 26,70,000 രൂപ ആരുടെ ബാങ്കിൽ ഇരുന്നേനെ? ഫാക്ടറിന്റെ ബാങ്കിൽ ഇരുന്നേനെ. ബൈ യീൽഡിങ് 15% പെർ ആനം. ഇല്ലേ? ഇല്ലേ? അപ്പൊ ആ പെർസെന്റേജും ആരുടെയൊക്കെന്ന് കളക്ട് ചെയ്യും? ഫാക്ടറി എബിസി ലിമിറ്റഡിന്റെ കളക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഫേമിന്റെ പേര് എബിസി ലിമിറ്റഡ് എന്ന് അസ്യൂം ചെയ്യും. ഇല്ലേ? അപ്പൊ നോക്കെടാ 26,70,000 ഫാക്ടറി കൊടുക്കാണ് ആർക്ക്? എബിസി ലിമിറ്റഡിന് ഫോർ എ പീരീഡ് ഓഫ് 30 ഡേയ്സ്. കാരണം 30 ഡേയ്സ് കഴിഞ്ഞാല് ഫാക്ടറിക്ക് 26,70,000 ഈ കസ്റ്റമറിലേക്ക്ന്ന് റിക്കവർ ചെയ്യാലോ. ആ ഒരു അസംഷനില്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര വരാ? 26,70,000 ഇൻറ്റു 15% പെർ ആനം ഇൻറ്റു 30/360. ഇതാ ഫസ്റ്റത്തെ ഒരു 30 ഡേയ്സിന്റെ കോസ്റ്റാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏഹ് അപ്പൊ എത്ര വരാ? 33,375. അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഫാക്ടറി ഡിഡക്ട് ചെയ്യില്ലേ? എബിസി ലിമിറ്റഡിന് കൊടുക്കുന്ന എമൗണ്ടിന്ന്. ഒബ്വിയസ്ലി ഡിഡക്ട് ചെയ്യണം. അപ്പൊ അഡ്വാൻസ് എത്ര കൊടുക്കുള്ളൂ? ഏഹ് 26,36,625 രൂപയാണ്. 30,00,000ന്റെ ഡെറ്റർ ആണെങ്കിൽ പോലും 26,36,625 രൂപയാണ് ഫാക്ടറി എബിസി ലിമിറ്റഡിന് കൊടുക്കുള്ളൂ. ഇനി 30 ദിവസം കഴിയുമ്പോൾ ഫാക്ടർ എന്താ ആ കസ്റ്റമറുടെക്കന്ന് 30,00,000 റിക്കവർ ചെയ്യും. ഓക്കെ. അപ്പോ നമ്മളെ സഹായിക്കാനൊന്നല്ല ഫാക്ടറി ഇവിടെ നിക്കുന്നത്. ഫാക്ടറിന്റെ ഇൻകമായ 30,000 33,375 ഫോർ 30 ഡേയ്സിന് റിക്കവർ ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ 3,00,000 കോസ്റ്റ് അല്ലാതെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തരും. അല്ലെങ്കിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരും എന്നുള്ള അസംഷനിലാണ്. ജസ്റ്റ് ഇതൊന്ന് ഹോൾഡ് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ പിടിച്ചു വെക്കണൂന്നുള്ളൂ. അപ്പൊ ഇത് നോക്കെടാ. ഇത് 30 ഡേയ്സിന്റെ കോസ്റ്റ് ആണ്. നമുക്ക് ഇവിടെ ആനുവൽ സേവിങ്സ് ആണ് നമ്മള് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും മാനുവൽ ബേസിസിൽ വേണം കണ്ടുപിടിക്കാന്. ഇത് 30 ഡേയ്സിന്റെ ആണെങ്കിൽ 1 ഇയറിന്റെ ആക്കാന് 30,000 30 ഡേയ്സിന്റെ ആണെങ്കിൽ 30,000/30 ചെയ്യുമ്പോൾ ഒരു ദിവസത്തിന്റെ എന്തായി കോസ്റ്റായി. അപ്പൊ ഒരു കൊല്ലത്തിന് ഇട്ടാൽ ഇൻറ്റു 360 ചെയ്താ പോരെ? കാരണം 360 ദിവസല്ലേ ഉള്ളൂ. അതുപോലെ ഇവിടെയാണെങ്കിലും 33,375 പറഞ്ഞാല് ഒരു 30 ദിവസത്തിന്റെ കോസ്റ്റാണ് ഫാക്ടറിംഗ് കോസ്റ്റ്. അപ്പൊ ഡിവൈഡ് ബൈ 30 ചെയ്യുമ്പോൾ ഒരു ദിവസത്തിന്റെ കോസ്റ്റായി. ഇൻറ്റു 365 ചെയ്താ ഒരു കൊല്ലത്തിന്റെ കോസ്റ്റ് ആയില്ലേ? അപ്പൊ ടോട്ടല് എന്താണ്? ജസ്റ്റ് ഇവിടെ സൈഡിൽ എഴുതാം. ആഹ് എന്താ കമ്മീഷൻ അല്ല ഇൻട്രസ്റ്റ് ആദ്യം അല്ല ശരി കമ്മീഷൻ ആദ്യം എഴുതാം. കമ്മീഷൻ എത്ര? ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരാ? 30,000/30 ഇൻറ്റു 360 3,60,60,000. ഇത് ഫാക്ടറിംഗ് കോസ്റ്റ് ആട്ടോ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 33,375/30 ഇൻറ്റു 365 അല്ല സോറി 365 അല്ല 360 ആണ്. ഡേയ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപടി തന്നെ എടുക്കണേ. 4,500,000. അപ്പൊ നോക്കടാ ഇവിടെ ഇത് രണ്ടും കോസ്റ്റ് ഫാക്ടറിംഗ് കോസ്റ്റ്. ഇത് സേവിങ്സ്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് 3,60,000. അപ്പൊ നോക്ക് 7,60,500 കോസ്റ്റ് ഡ്യൂ ടു ഫാക്ടറിംഗ് ഫോർ എ ഇയർ. ഇവിടെ 8,60,000 സേവിങ്സ്. ചിലർക്ക് തോന്നുന്നുണ്ടാവും സാർ എന്തുകൊണ്ട് ഈ 3,00,000 റിസർവ് എടുത്തില്ല? ഇവിടെ കോസ്റ്റ് ആയി കാട്ടില്ല. അത് കോസ്റ്റ് അല്ല. അത് നമുക്ക് ഫാക്ടറി തരും. ഫാക്ടറി കസ്റ്റമറുടെ എമൗണ്ട് കളക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് കോസ്റ്റ് അല്ല. അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ ഫാക്ടറി ജസ്റ്റ് ഡിഡക്ട് ചെയ്ത് വെക്കണമെന്നുള്ളൂ. അതൊരു കോസ്റ്റ് അല്ല. ഓക്കെ. അപ്പൊ നോക്ക് ഇതാണ് കോസ്റ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് പോണത് തിരിച്ചു വരാത്ത കോസ്റ്റ്
ഫാക്ടറിക്ക് ഫാക്ടറിക്ക് വേണ്ടി എബിസി ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് പോണത് ആസ് എ പാർട്ട് ഓഫ് ഫാക്ടറി സർവീസ് 3,60,000 4,500,000 ആണ്. അപ്പൊ അത് കൂട്ടുമ്പോൾ ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഫാക്ടറിങ് മൂലം എബിസി ലിമിറ്റഡ് ആവുന്ന സേവിങ്സ് ഇതാണ്. സേവിങ്സ് അല്ലേ ഇവിടെ കൂടുതല്. ഇപ്പൊ നെറ്റ് ബെനിഫിറ്റ് എത്രയാണ്? 8,60,000. 99,500 ആണ് എന്ത് നെറ്റ് ബെനിഫിറ്റ്. അപ്പൊ ഫാക്ടറിങ് നല്ലതല്ലേ? അല്ലേ? അപ്പൊ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇപ്പൊ നല്ലപോലെ കിട്ടി വിചാരിക്കണു. പലരും ഈ ഫാക്ടറിങ്ങിന്റെ ബുദ്ധിമുട്ടായിട്ട് മനസ്സിലാക്കാറുണ്ട്. സിമ്പിൾ സാധനാണ്. ഞാനീ പറയുന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്താ മതി. ഓക്കെ. ആഹ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതാണ് അതിന്റെ ഒരു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാരെയും ശ്രദ്ധിച്ച് നോക്കിട്ര ഇത് പലർക്കും കൺഫ്യൂഷൻ ആവും. അപ്പൊ ശ്രദ്ധിച്ച് നോക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആണ്. ഓക്കെ. ഓക്കെ. ഫോളോയിങ് സെയിൽസ് ഇൻഫർമേഷൻ ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് ബ്രൈറ്റ് ലിമിറ്റഡ്. ഓക്കെ. ആനുവൽ സെയിൽസ് 90% ഓൺ ക്രെഡിറ്റ്. ടോട്ടൽ സെയിൽസ് 7,50,00,000 ആണ്. ബട്ട് അതില് ക്രെഡിറ്റ് സെയില് ക്യാഷ് സെയില് ഉള്ളോടത്ത് ഡെപ്റ്റർ ഇല്ല. ഡെപ്റ്റർ ഇല്ലാത്തോടത്ത് റിസീവബിൾസ് മാനേജ്മെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതില് നമുക്ക് ആദ്യമേ തന്നെ ക്യാഷ് സെയിൽ എത്ര വരാ? 10%. അതായത് 75,00,000. അപ്പൊ 75,00,000 ഒഴികെയുള്ളതാണ് എന്ത്? ഡെപ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യണ സെയിൽ. അപ്പൊ അതിനെ പറ്റി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൺസേൺ ആവേണ്ട ആവശ്യമുള്ളൂ. ഏഹ് 7,50,00,000 ഇൻറ്റു 90% എത്ര? 6,00,000 സോറി 6,75,00,000 ഇതിനെ പറ്റിയിട്ടാണ്. അയ്യോ! ഇത് ആ ഓക്കെ. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? 6,75,00,000 ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് കൺസേൺഡ് ഉള്ളൂ. ഓക്കെ. ക്രെഡിറ്റ് പീരിയഡ് 45 ഡേയ്സ്. അപ്പോ ഒരു സൈക്കിള് ലൈക്ക് ഒരു സൈക്കിൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആവറേജ് ഡെപ്റ്റർ ഡ്യൂറിങ് ദി ഇയർ എത്ര? 6,75,00,000 ഇൻറ്റു 45/360 കഴിഞ്ഞാല് ആവറേജ് ഡെപ്റ്റർ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിങ് ദി ഇയർ എത്രയായിരിക്കും? 84,37,500. നമുക്കുണ്ടല്ലോ ഇത് ആനുവലിയും നേരെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ സൈക്കിൾ പെർ കണ്ടിട്ട് ആനുവലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ പെർ സൈക്കിൾ കണ്ടിട്ട് ആനുവലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിരിക്കും നല്ലത്. കൺഫ്യൂഷൻ അല്ലെങ്കിൽ തെറ്റുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പെർ സൈക്കിൾ 84,000 സോറി 84,37,500 എങ്ങനെ വന്നത്? 6,75,00,000 ഇൻറ്റു 45/360 ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്നുള്ളൂ. ഓക്കെ. അയ്യോ! ഓക്കെ. ആവറേജ് 45 ഡേയ്സ്. ഓക്കെ. ആവറേജ് കളക്ഷൻ പീരിയഡ് 70 ഡേയ്സ്. ഇങ്ങനെ 2 ഡേയ്സ് തരുമ്പോണ്ടല്ലോ നമുക്ക് അസ്യൂം ചെയ്യാം എന്ത്? നോർമലി ഇവര് 70 ഡേയ്സ് ആണ് എന്ത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാക്ടറിങ്ങിന് ശേഷമാണ് എന്ത് 45 ഡേയ്സ് വന്നത്. ആ ഒരു മീനിങ്ങിൽ നമുക്ക് എടുക്കാം. ഓക്കെ. അങ്ങനെയാണ് ആൻസർ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നോർമലി ഒറ്റ ഡേയ്സ് ആണ് ഉണ്ടാവായിരിക്കുള്ളൂ. ബട്ട് ഇങ്ങനെ ഡേയ്സ് തരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അസ്യൂം ചെയ്താൽ മതി. എങ്ങനെയാണ്? കൂടുതലുള്ള ഡേയ്സ് ഓൾറെഡി ഫാക്ടറിങ് ചെയ്യണോണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? അപ്പൊ ഇതാണ് ആ ഗുണം എന്നുള്ളൊരു മീനിങ്ങിൽ എടുത്താൽ മതി. ഓൾറെഡി അല്ലെങ്കിൽ ഫാക്ടറിങ് ചെയ്യുന്നതിന് മുന്നേ ഒരു 70 ഡേയ്സ് എടുത്തിരുന്നു. ഏത്? ബ്രൈറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 70 ഡേയ്സ് എടുത്തിരുന്നു കളക്ട് ചെയ്യാന് ഫാക്ടറിങ് ചെയ്തതിന് അല്ലെങ്കിൽ ഫാക്ടറിങ്ങിന് കൊടുത്തതിന് ശേഷം ഫാക്ടറിങ് പറഞ്ഞ ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടറി അല്ലെങ്കിൽ ഫാക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റർ കളക്ഷനിൽ മികവുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് ഡെറ്റർസിന്റെ മനഃശാസ്ത്രം ഉണ്ടാവും. അവർ പെട്ടെന്ന് കളക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവര് 45 ഡേയ്സ് കൊണ്ട് എടുക്കുകയാണ്. ഇപ്പൊ നമുക്കുണ്ടല്ലോടാ ഇവിടെ ഒരു സേവിങ്സും കൂടി വരെയാണ്. ഇപ്പൊ നോക്കടാ ഞാനാണ് ഇപ്പൊ ബ്രൈറ്റ് ലിമിറ്റഡ് ആയി ഞാനാ കളക്ട് ചെയ്തിരുന്നെങ്കിൽ 70 ദിവസം എടുത്തായിരുന്നു. ഇപ്പൊ 45 ദിവസം കൊണ്ട് കളക്ട് ചെയ്യപ്പെടും. അപ്പൊ എന്റെ 25 ദിവസം സേവ് ചെയ്യപ്പെടല്ലേ അവിടെ. ഏഹ് ലൈക്ക് ഒബ്വിയസ്ലി ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് പൈസ കിട്ടും. ബട്ട് എന്നാലും 70 ഡേയ്സിന്റെ അത്ര ബ്ലോക്ക് ആയി കിടക്കണില്ലല്ലോ എന്റെ ഫണ്ട്. 45 ഡേയ്സ് ലൈക്ക് ഡെറ്റർ ഒരിക്കലും 70 ഡേയ്സ് ബ്ലോക്ക് ആയി കിടക്കണില്ല അവിടെ. 45 ഡേയ്സ് ആണ് ബ്ലോക്ക് ആയി കിടക്കണുള്ളൂ. ഫാക്ടർ വന്നപ്പോ ഇപ്പൊ ഒരു 70 45ൽ നിന്ന് 70 ഡേയ്സ് കുറച്ചാൽ എത്ര 25 ഡേയ്സ് അല്ലേ? ഒരു 25 ഡേയ്സ് സേവിങ്സ് ഇൻ ഡെറ്റർ പീരീഡ് വരും. നമുക്ക് ക്രെഡിറ്റ് പീരീഡ് കുറയണ എപ്പോഴും നല്ലതല്ലേ? അപ്പൊ സേവിങ്സ് ഇൻ ഡെറ്റർ പീരീഡ് എത്ര വരും? ഒരു 25 ഡേയ്സിന്റെ വരും. നമുക്ക് നോക്കാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഓരോരോ സെന്റൻസ് വായിക്കുമ്പോൾ അതിന് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകളും ജസ്റ്റ് റെഫറൻസ് തരണമെന്നുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പൊ ഫാക്ടറിക്കാര് വന്നപ്പോ ഇപ്പൊ 45 ഡേയ്സ് ഉള്ളൂ എന്ത് ക്രെഡിറ്റ് പീരീഡ്. അതിന് മുന്നേ കളക്ഷൻ പീരീഡ് ഉണ്ടായിരുന്നത് 70 ഡേയ്സ് ആണ്. ഓക്കെ. പിന്നെ ബാഡ് ഡെപ്റ്റ് എന്ന 0.75 ആണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ലൈക്ക്
എംപ്ലോയർ അസ്യൂം ചെയ്യും ബാഡ് ഡെപ്റ്റ് ഓൾറെഡി ഫാക്ടർ വന്നതിന്റെ മുന്നേ 0.75 ആണെന്നുള്ളത്. അൺലെസ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഔട്ട് ഓഫ് വിച്ച് 250 ഈസ് അവോയ്ഡബിൾ. എന്ന് വെച്ചുകഴിഞ്ഞാല് 3/5 എന്താണ് അൺഅവോയ്ഡബിൾ ആണ്. അപ്പൊ ഫാക്ടറിങ് വന്നാലും വന്നില്ലെങ്കിലും 3/5 കോസ്റ്റ് എന്തായാലും എൻകർ ചെയ്യേണ്ടി വരും. 2/5 ആണ് എനിക്ക് സേവിങ്സിൽ വരത്തുള്ളൂ. A factor firm has offered to manage the company's debtors. A factor firm has offered to manage the company's debtor on a non-recourse basis. എന്താണ് നോൺ റിക്കോഴ്സ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഡ് ഡെപ്റ്റ് ഫാക്ടർ തന്നെ സഹിച്ചോളാം. ആ ഒരു രീതിയിൽ ഡെറ്റേഴ്സിനെ വേടിക്കാം എന്ന് ഒരു ഫാക്ടർ വന്നിട്ട് ഓഫർ തരാണ്. അവര് 2% കമ്മീഷൻ ചാർജ് ചെയ്യും. ഇപ്പൊ ഓരോ സൈക്കിൾ ഡെറ്റർ എടുക്കുമ്പോൾ അതിൽ 2% കമ്മീഷൻ അവരെടുക്കും. അതുപോലെ തന്നെ അഡ്വാൻസ് അവര് തരും. ഗ്രാ ഫാക്ടർ അഗ്രീസ് ടു ഗ്രാന്റ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് ഡെറ്റേഴ്സ് അറ്റ് എൻ ഇൻട്രസ്റ്റ് ഓഫ് 14%. ഓക്കെ, 14%ലാണ് ഇൻട്രസ്റ്റ് തരാ. മുന്നത്തെ ദിവസത്തിൽ വേറെ ഏതൊരു പെർസെന്റേജ് ആയിരുന്നു. ലൈക്ക് 20% ഡിഡക്ട് ചെയ്തതിന് ശേഷം ഉള്ള എമൗണ്ടില് 14% എന്ത് ഇൻട്രസ്റ്റ് കൂടി കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ഫാക്ടർ അഡ്വാൻസ് ആയിട്ട് തരാ, ബ്രൈറ്റ് ലിമിറ്റഡ് അഡ്വാൻസ് ആയിട്ട് തരാം. ഓരോ സൈക്കിളിലുള്ള ഡെപ്റ്ററിനെതിരായിട്ട്. പേയ്മെന്റ് പീരീഡ് ഗ്യാരണ്ടീഡ് ബൈ ദ ഫാക്ടർ ഈസ് 45 ഡേയ്സ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ ഇൻഡയറക്ട്ലി പറഞ്ഞത്. ഓക്കെ. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ വിചാരിച്ചാലും വിഷയമൊന്നുമല്ലാട്ടാ. അത് ഇവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ നോർമലി 70 ഡേയ്സ് ആയിരുന്നു കളക്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഫാക്ടറി ചെയ്യുന്നതിന് മുന്നേ. നമുക്ക് അത്ര കഴിവുള്ളൂ. ആർക്ക് നമ്മളാരാ ബ്രൈറ്റ് ലിമിറ്റഡ്. ഈ ഫാക്ടറിക്കാർക്ക് കൊടുത്തതിന് ശേഷം അവർ 45 ഡേയ്സിനുള്ളിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ ഒരു 25 ഡേയ്സ് സേവിങ്സ് വരെയാണ്. അല്ലേ? ഞാനാവുമ്പോ 70 ദിവസം എടുത്തായിരുന്നു. അവരാകുമ്പോ 45 ദിവസം കൊണ്ട് കളക്ട് ചെയ്യണം. അപ്പൊ ഒരു 25 ഡേയ്സ്. അപ്പൊ ഫാക്ടറിങ് ഇല്ലായിരുന്നെങ്കിൽ എന്താ 25 ദിവസം അധികം ഞാൻ കളക്ട് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. അത് എന്നെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആണ്. എന്റെ അത്രയും ബ്ലോക്ക് ആയി കിടക്കല്ലേ. ഫാക്ടറിങ് വരുമ്പോൾ ആ 25 ദിവസം സേവ് ചെയ്യപ്പെടേണ്. അപ്പൊ ഇതെനിക്കൊരു സേവിങ്സ് ആയി വരും. ഫാക്ടറിങ് വരുന്നത് കൊണ്ട്. എനിക്ക് മീൻസ് ബ്രൈറ്റ് ലിമിറ്റഡിന്. മനസ്സിലാവോണ്ട് വിചാരിക്കുന്നു ട്ടോ. ഇനി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ. ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ മീനിങ്ങും സെയിം തന്നെയാണ് ഈ ഒരു പോയിന്റോട് ഉദ്ദേശിക്കുന്നത്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് 12.5% എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രൈറ്റ് ലിമിറ്റഡിന് ഒരു ഫണ്ട് എവിടുന്നെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ 12.5% എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഒരു ലൈക്ക് നോർമലി എവിടുന്നൊരു ഫണ്ട് റൈസ് ചെയ്യല് 12% എന്ത് കൊടുക്കണം? കോസ്റ്റ് ഇൻകർ ചെയ്യും. ആർക്ക്? ബ്രൈറ്റ് ലിമിറ്റഡിന്. ഫാക്ടറിന്റെ അല്ലാട്ടത്. വൺ ടൈം റിഡൻഡൻസി പേയ്മെന്റ് ഓഫ് 50,000 ഈസ് റിക്വയർഡ് ടു ബി മെയ്ഡ് ടു ഫാക്ടറി. എന്ന് വെച്ച് ആഹ് വൺ ടൈം റിഡൻഡൻസി ലൈക്ക് പെർ ഇയർ 50,000 കൊടുക്കണം. ആ ഒരു മീനിങ് മനസ്സിലാക്കിയാൽ മതി. ലൈക്ക് ഒരു ഫിക്സ്ഡ് കോസ്റ്റ് പോലെ കൊടുക്കേണ്ടി വരും. കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് ടു ദ കമ്പനി. ഇവിടെ ഉണ്ടല്ലോടാ ഫാക്ടറിങ് വന്നതുകൊണ്ട് ഉണ്ടായ കോസ്റ്റ്, ഫാക്ടറിങ് വന്നതുകൊണ്ട് ഉണ്ടായ സേവിങ്സ് ഇത് തമ്മിൽ നെറ്റ് ചെയ്തിട്ടുള്ളതാണ് എഫക്റ്റീവ് കോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതെത്ര? ആ പെർസെന്റേജ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറയണത്. ഓക്കെ. എന്ത് ചെയ്യാം? ലൈക്ക് തുടക്കം തൊട്ടിട്ടൊന്ന് നോക്കാം. ആനുവൽ സെയിൽസില് ക്രെഡിറ്റ് സെയിൽ 6 crore 75 lakh ആണ്. ആവറേജ് ലെറ്റർ നമുക്കറിയാം 84 lakh. അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ ഉള്ള ഡെറ്റർ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അസ്യൂം ചെയ്യാനാ പറഞ്ഞത്. ഇപ്പൊ 45 ഡേയ്സ് ആണ് എന്ത് ക്രെഡിറ്റ് പീരിയഡ്. ഫാക്ടർ വന്നതുകൊണ്ട് 45 ഡേയ്സിൽ 84,37,500 സെയിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് ക്രെഡിറ്റ് സെയിലാണ്. അത് ബ്രൈറ്റ് ലിമിറ്റഡ് ഫാക്ടറിന് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ ആ ഡെപ്റ്ററിന് പകരം ഒരു ഫീസ് ഇതൊക്കെ കുറച്ചിട്ട് ഉള്ളൊരു എമൗണ്ട് ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുക്കും. അപ്പോ ആവറേജ് ഡെപ്റ്റർ ഇപ്പൊ എത്രയാണ്? 84,37,500. ഇപ്പൊ ഈ ഡെപ്റ്റർ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ് ബ്രൈറ്റ് ലിമിറ്റഡ് ഞാൻ ഫാക്ടറിന്. ഫസ്റ്റത്തെ 45 ഡേയ്സിന്റെ ബിഗിനിങ്ങിൽ അങ്ങനെ അസ്യൂം ചെയ്യും. ലൈക്ക് ഒരു ക്ലാരിറ്റി ഓഫ് സോൾവിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് സേവിങ്സ് ഡ്യൂ ടു ഫാക്ടറിങ് ലാസ്റ്റ് ചെയ്താൽ അത് കണ്ടുപിടിക്കൽ വലിയ പണിയില്ല. നമുക്ക് ആദ്യം കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് ഇങ്ങനെ കണ്ടുപിടിച്ചാലും വിഷയമില്ല. പ്രസന്റേഷൻ പക്ക നോട്ട്സ് ഒക്കെ കൊടുത്താൽ മതിയെന്നുള്ളൂ. ഫാക്ടർ ഫേം ഓഫർ ടു മാനേജ് കമ്പനീസ് ഡെറ്റേഴ്സ്. ഓക്കെ, ഓക്കെ. സർവീസ് ചാർജ് 2% പറയുന്നുണ്ട് അല്ലേ? അപ്പോ ഈ ഡെറ്റർ ആയി 84,37,500 ബ്രൈറ്റ് ലിമിറ്റഡ് ഫാക്ടറിന് കൊടുക്കുമ്പോൾ ഫാക്ടർ 84,37,500 കൊടുക്കോ? ഇല്ല. ആദ്യം സർവീസ് ചാർജ് പിടിക്കും. ഏഹ് സർവീസ് ചാർജ് എത്ര വരാ? 84,37,500 ഇൻറ്റു 2%. അതായത് 1,68,750 രൂപ. അത് കുറച്ചിട്ടുള്ള ബാക്കിയാണ് കൊടുക്കുള്ളൂ. ഇനി വേറെന്തെങ്കിലും കുറക്കാണ്ടോ നോക്കണം. ഫാക്ടർ അഗ്രീസ് ടു ഗ്രാന്റ് അഡ്വാൻസ് അഗൈൻസ്റ്റ് ഡെപ്റ്റർ അറ്റ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 40% ആഫ്റ്റർ വിത്ത്ഹോൾഡിംഗ് 20% റിസർവ്. ഓക്കെ, 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 ഓക്കെ. പിന്നെ വൺ ടൈം റിഡൻഡൻസി പേയ്മെന്റ് പറയുന്നുണ്ട്.
നമുക്ക് ഈ ഒരു ഇയറിന് മാത്രം കണ്ടുപിടിക്കാനുള്ള ലൈക്ക് ഉള്ള പോലെ നോക്കാം. ഈ വൺ ടൈം റിഡൻഡൻസി ഫാക്ടർ ഉണ്ടല്ലോടാ, അത് നമ്മള് ഈ കിട്ടുന്ന ഡെപ്റ്ററിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കണ പോലെ ട്രീറ്റ് ചെയ്യണം. അത് സെപ്പറേറ്റ്‌ലി നമുക്ക് കിട്ടണ പോലെ ട്രീറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയലിൽ മിക്ക പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളത്. നമ്മളും അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുക്കുന്ന എമൗണ്ടിന്ന് 50,000 അതായത് ഫിക്സ്ഡ് കോസ്റ്റ് 50,000 ഡിഡക്ട് ചെയ്യണ പോലെ കാണിക്കേണ്ട. സെപ്പറേറ്റ്‌ലി എന്താണ് നമ്മള് ലാസ്റ്റ് ടേബിൾ ആയിരിക്കില്ല. അതില് കോസ്റ്റിൽ 50,000 കാട്ടിയാൽ മതി. ഇത് ഡിഡക്ട് ചെയ്യണ പോലെ കാണിക്കണ്ട ഫിക്സ്ഡ് കോസ്റ്റ്. പെർസെന്റേജ് സംഭവങ്ങൾ മാത്രം ഇന്ന് കുറച്ചാൽ മതി. എത്ര അഡ്വാൻസ് കൊടുക്കേണ്ടി വരും എന്ന് ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റിന് എത്ര അഡ്വാൻസ് കൊടുക്കേണ്ടി വരും എന്ന് കാണിക്കാന് ഈ പെർസെന്റേജ് വരുന്നത് കുറച്ചാൽ മതി. ഫിക്സ്ഡ് സെപ്പറേറ്റ് കാട്ടിയാൽ മതി. അതാണ് മിക്ക ക്വസ്റ്റ്യനിലും അങ്ങനെ കാട്ടിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ നമ്മളും ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ ഫാക്ടറിന്റെ ഫസ്റ്റ് ചാർജായ സർവീസ് ചാർജ് കുറച്ചു. 1,61,750 കുറച്ചു. 84,37,500 അപ്പൊ പെർസെന്റേജ് റിലേറ്റഡ് മാത്രം കുറച്ചാൽ മതി. എത്ര അഡ്വാൻസ് ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡ് കൊടുക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കറസ്പോണ്ടിങ് ടു ദി ഡെറ്റർ അല്ലെങ്കിൽ റിസീവബിൾസ്. ഓക്കെ. പിന്നെ ഫാക്ടർ അഗ്രീസ് ടു ഗ്രാന്റ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് ഡെറ്റർ അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 14% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഈ അഡ്വാൻസ് കൊടുക്കുന്നത്. ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന്. അതും 20% ഡിഡക്ട് ചെയ്യൂത്രേ. ഏഹ്. അപ്പൊ റിസർവ് എപ്പോഴാണ് എത്ര ഡിഡക്ട് ചെയ്യേണ്ടി വരാ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ആണെങ്കിൽ ഇവിടെ 84,37,500ന്റെ 20% അതായത് 16,87,500 എന്ത് ചെയ്യേണ്ടി വരും? ഡിഡക്ട് ചെയ്യേണ്ടി വരും. ഏഹ്. ഇപ്പൊ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്ര ഡിഡക്ട് ചെയ്തിട്ട് ഉള്ള എമൗണ്ട് ആണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക. ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന്. ഓക്കെ. 45 ഡേയ്സ് ഓക്കെ. കോസ്റ്റ് ഓക്കെ. അത്രേന്നുള്ളൂ. ഓക്കെ. അപ്പൊ അഡ്വാൻസ് എമൗണ്ട് എത്ര നോക്കാം. അഡ്വാൻസ് എമൗണ്ട് 84,37,500 സർവീസ് ചാർജ് 168, 750 നമുക്ക് വേണമെങ്കിൽ 50,000 കുറക്കാം. പക്ഷെ ആ ഒരു മെത്തേഡ് അല്ല സ്റ്റഡി മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. മിക്ക എല്ലാ ക്വസ്റ്റ്യനിലും സെപ്പറേറ്റ്‌ലി കാണിക്കുക. അതുകൊണ്ട് നമ്മളിവിടെ കുറക്കാതിരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. 16,87,500 നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പോലെ ചെയ്താൽ മതി. 65,81,250 കൊടുക്കും. ബട്ട് ഇത് കൊടുക്കുമ്പോൾ എത്ര മാസത്തിനാണ് ഇത് കൊടുക്കുന്നത്? ഫാക്ടറി ബ്രൈറ്റ് ലിമിറ്റഡിന് 45 ഡേയ്സിനാണ്. കാരണം 45 ഡേയ്സ് കഴിഞ്ഞാൽ ബ്രൈറ്റ് ലിമിറ്റഡ് ഏതോ കസ്റ്റമർ അവരുടെ അടുത്ത് കളക്ട് ചെയ്യുമല്ലോ. അപ്പോ ഇത് ബ്രൈറ്റ് ലിമിറ്റഡ് സോറി ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുക്കുമ്പോൾ 65,81,250 രൂപ ബ്രൈറ്റ് ലിമിറ്റഡ് ഒരു മിനിറ്റ് ഒന്നുകൂടി പറയാം. ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് ഈ 65,81,250 രൂപ കൊടുക്കുമ്പോൾ ഫാക്ടറിന്റെ പെട്ടിയിൽ നിന്ന് ഈ 65,81,250 രൂപ ഇല്ലാതാവേണ്. ഈ ഫാക്ടർ ഈ ഡെറ്ററിനെ ഇങ്ങനെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ഫാക്ടറിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു? 40% ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. ഏഹ്. അപ്പൊ ആ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യില്ലേ ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിലേക്ക്. ഫാക്ടർ പുണ്യം കിട്ടാനല്ലല്ലോ ഇതിരിക്കണത്. അപ്പൊ 65,81,250 ഇൻറ്റു 14% ഇൻറ്റു എത്ര 45 ഡേയ്സ് കഴിഞ്ഞാൽ ഫാക്ടറിന് കസ്റ്റമറിലേക്ക് കിട്ടും. അപ്പൊ 45 ഡേയ്സിന് ഇൻട്രസ്റ്റ് മാത്രം ചാർജ് ചെയ്താൽ മതി. ഇൻറ്റു 14% ഇൻറ്റു 45/360 1,15,172 നമുക്ക് റൗണ്ട് ഫിഗർ ഇടാം. ഇത് 45 ഡേയ്സ് 45 ഡേയ്സ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ. അഡ്വാൻസ് എത്ര കൊടുക്കുക? 65,81 65,81,250 മൈനസ് 115 172 64,66,078 അല്ലേ? 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 ഇത് കോസ്റ്റ് ഫോർ എ സൈക്കിൾ. സോറി ഇത് കോസ്റ്റ് അല്ല. അഡ്വാൻസ് പെർ സൈക്കിൾ. അഡ്വാൻസ് എമൗണ്ട് പെർ സൈക്കിൾ അല്ലേ? ഓക്കെ. 64,66,072 ഓരോ സൈക്കിളിനും എന്ന് വെച്ച് കഴിഞ്ഞാല് 45 ഡേയ്സിന്റെ ബിഗിനിങ്ങില് ബ്രൈറ്റ് ലിമിറ്റഡ് 84,37,500ന്റെ ഡെറ്റർ ഫാക്ടറിന് കൊടുക്കുമ്പോൾ ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് 66,67,678 രൂപ കൊടുക്കും. എന്നിട്ട് ഫാക്ടർ 45 ഡേയ്സ് എൻഡില് അതാത് കസ്റ്റമറുടെ 84,37,500 കളക്ട് ചെയ്യും. ലൈക്ക് ഇത് 45 ഡേയ്സിൽ പല പല ആൾക്കാരേക്ക് നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി. ഇതൊന്നും നമ്മുടെ അസംപ്ഷൻ എന്താണെന്ന് എക്സാം ചോദിക്കത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ പെർ ഡേ ഡീറ്റെയിൽസ് സെയിൽസ് ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്ത് ചെയ്യാം. ഓക്കെ. ഇനി
ഇവിടെണ്ട എന്താ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിംഗ് ആണ്. നമുക്ക് ഇവിടെ ഇപ്പോ പെർ സൈക്കിള് കോസ്റ്റ് ഓഫ് ഫാക്ടറിംഗ് കണ്ടുപിടിച്ചു. ഇഫക്റ്റീവ് കോസ്റ്റ് അറിയണമെങ്കിൽ ഫാക്ടറിംഗ് മൂലം ഉണ്ടായ എനിക്ക് ലാഭം അറിയണം അല്ലെങ്കിൽ സേവിങ്സ് അറിയണം. വേണ്ടേ? ഏഹ്? സേവിങ്സ് അറിയണമെങ്കിൽ നമ്മള് ഇതൊക്കെ നോക്കണം. ഡെറ്റ് എമൗണ്ട്, ബാഡ് ഡെപ്റ്റ് ഇല്ലാതായത് എത്ര, സേവിങ്സ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സംഭവങ്ങളൊക്കെ. അപ്പൊ ഇത് ഓരോ ഇപ്പൊ ഇതുണ്ടല്ലോടാ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങടുത്ത്. ഡ്യൂറിങ് ദ ഇയർ ഡ്യൂറിങ് ദ ഇയർ ഏതൊരു പോയിന്റ് ഓഫ് ഡേയിലും ഫാക്ടറിന്റെ കയ്യിൽ നിന്ന് ബ്രൈറ്റ് ലിമിറ്റഡിന് കിട്ടിയ അഡ്വാൻസ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞാല് 360 ഡേയ്സ് ഉണ്ടാവും. ആ 360 ഡേയ്സ് ഇത് ഓരോ ലൈനും ഓരോ ഡേ വിചാരിക്കും. ഇങ്ങനെ 360 ഡേയ്സ് ഉണ്ട്. 1 തൊട്ടിട്ട് 360 ഡേയ്സ് ഉണ്ട്. ഇതിലേത് ഡേയിലും അഡ്വാൻസ് ഇൻ ദ ഹാൻഡ് ഓഫ് ബ്രൈറ്റ് ലിമിറ്റഡ് ഫ്രം ഫാക്ടർ എത്രയായിരിക്കും പറയാൻ പറ്റുമോ? ഏത് ഡേയില് നോക്കിയാലും സെക്കൻഡ് ഡേയിലായാലും തേർഡ് ഡേയിലായാലും 150ാമത്തെ ഡേയിലായാലും 328ാമത്തെ ഡേയിലായാലും 230ാമത്തെ ഡേയിലായാലും ഏത് ഡേയിലും അഡ്വാൻസ് ഇൻ ദ ഹാൻഡ് ഓഫ് ബ്രൈറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ 64,66,078 രൂപയാണ്. എന്തിനാ ഞാനിത് ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഫസ്റ്റ് ഡേയില് 64,66,078 രൂപ ആര് കൊടുത്തു? ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുത്തു. 45 ഡേയ്സ് കഴിഞ്ഞാൽ ഈ കൊടുത്ത അഡ്വാൻസ് ഫാക്ടർ റിക്കവർ ചെയ്തു ഫ്രം കസ്റ്റമറുടെയൊക്കെന്ന്. അപ്പൊ ആ 45 ഡേയ്സിൽ ഈ അഡ്വാൻസ് നില്ലായി. 45 ഡേയ്സ് എൻഡിൽ സ്റ്റാർട്ടിങ്ങിൽ അഡ്വാൻസ് നില്ലായി എൻഡ് ആവുമ്പോ. നെക്സ്റ്റ് സൈക്കിളിൽ വീണ്ടും 64,66,078 അഡ്വാൻസ് ആര് കൊടുത്തു? ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുത്തു. അത് നെക്സ്റ്റ് 45 ഡേയ്സ് കഴിയുമ്പോൾ നില്ലായി. ഇത് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. തുടങ്ങും, നില്ലാവും. 45 ഡേയ്സിൽ തുടങ്ങും, 45 ഡേയ്സിൽ എൻഡിൽ നില്ലാവും. അടുത്ത 45 ഡേയ്സിൽ തുടങ്ങും, അടുത്ത 45 ഡേയ്സിൽ നില്ലാവും. അടുത്ത 45 ഡേയ്സിൽ തുടങ്ങും, അടുത്ത 45 ഡേയ്സിൽ നില്ലാവും. അപ്പോൾ ഡ്യൂറിങ് ദി ഇയർ എപ്പോഴും ഏതൊരു ഡേയിലും അഡ്വാൻസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 64,66,778 ആണ്. അപ്പോൾ നമുക്കുണ്ടല്ലോടാ ഈ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിംഗ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സേവിങ്സ് ഡ്യൂ ടു ഫാക്ടറിംഗ് കണ്ടുപിടിച്ചിട്ടില്ല. സേവിങ്സ് ഡ്യൂ ടു ഫാക്ടറിംഗ് കണ്ടുപിടിച്ചാൽ ആ സേവിങ്സ് ഈ കോസ്റ്റിൽ നിന്നിട്ട് ലൈക്ക് കോസ്റ്റ് ഇതാണ് വരിക. സർവീസ് ചാർജും ഇൻട്രസ്റ്റും റിസർവ് കോസ്റ്റായി വരത്തില്ല. നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഈ കോസ്റ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻസിന്റെ മേലെ വേണം എന്ത് ചെയ്യാന്, കമ്പ്യൂട്ട് ചെയ്യാന്. അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. ഇപ്പൊ ഫോർ ദ ടൈം ബീങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഡ്യൂറിങ് ദ ഇയർ അഡ്വാൻസ് ഏത് ഡേയിലായാലും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിങ് ദ ഇയർ അഡ്വാൻസ് പറഞ്ഞാൽ എത്രയാണ്? 64,66,078 ആണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് അഡ്വാൻസ് കൊടുക്കും. അത് 45 ഡേയ്സ് എൻഡിൽ സ്ക്വയർഡ് ഓഫ് ആയി പോകും. ആര്? ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുത്തത്. സെക്കൻഡ് സൈക്കിളായ 45 ഡേയ്സിന്റെ ബിഗിനിങ്ങിൽ വീണ്ടും അഡ്വാൻസ് ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുക്കും 64,66,078. അത് അടുത്ത 45 ഡേയ്സ് എൻഡിൽ സ്ക്വയർഡ് ഓഫ് ആയി പോവും. അങ്ങനെ ഡ്യൂറിങ് ദി ഇയർ ഏത് ഡേ എടുത്താലും അഡ്വാൻസ് നിലനിൽക്കുന്നത് എത്രയാണ്? 64,66,078 രൂപയാണുള്ളൂ. ഓക്കെ. ലൈക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അല്ല ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അത് മതി. ഓക്കെ. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ആ കോസ്റ്റ് ഷീറ്റ് വരക്കാം. ഉം. ലൈക്ക് ഇഫക്റ്റീവ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് എന്താണ്? ബാഡ് ഡെപ്റ്റ്. നോൺ റിക്കോഴ്സ് ആണെന്ന് വെച്ചാൽ ഫാക്ടർ സഹിക്കും. അപ്പൊ എനിക്ക് സേവിങ്സ് ഇൻ ബാഡ് ഡെപ്റ്റ് ഇത് ആനുവൽ ബേസിസിലായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ആനുവൽ ബേസിസിലാണ് സേവിങ്സ് ഇൻ ബാഡ് ഡെപ്റ്റ്. 7.5 കോടിയുടെ മേലെ 0.75 അടിക്കരുത്. ക്രെഡിറ്റ് സെയിലാണ് ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുള്ളൂ. 6,75,00,000 വേണം എന്ത് ഡ്യൂറിങ് ദി ഇയർ ബാഡ് ഡെപ്റ്റ് ആയ 0.75% അടിക്കാന്. എത്ര? സോറി 5,06,250.
ഇതില് 18,60,000 ഫുള്ള് ഫാക്ടറിങ് കാരണം ഇല്ലാതാവുന്നില്ല. സേവിങ് ആവുന്നില്ല. ഇതില് 2/5 മാത്രാണ് അവോയ്ഡബിള്. അപ്പൊ 18,60,000 ഇൻടു 2/5 ആയ 7,44,000 ആണ് എന്ത്? സേവിങ്സ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓക്കെ. അത് നിങ്ങൾ എഴുതിയാൽ മതിട്ടോ. എന്താച്ചാല് 2% ഇനി കോസ്റ്റ് ഡ്യൂ ടു ഫാക്ടറിംഗില് ഇൻട്രസ്റ്റ്. ഫാക്ടറിംഗ് കോസ്റ്റില് ഇൻട്രസ്റ്റ് ഞാനിവിടെ എഴുതാണ്. ഇത് നമുക്കറിയാം എന്ത് 45 ഡേയ്സിന്റെയാണ്. അല്ലേ? അപ്പൊ 115,172/45 ചെയ്താൽ ഒരു ദിവസത്തിന്റെ ഇൻടു 360 അടിച്ചാ പോരെ? ഏഹ്? അല്ലാതെ ലൈക്ക് ഇങ്ങനെ ചെയ്താ മതി. മറ്റേ ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർക്ക് ഇനി അതൊരു കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇങ്ങനെ ചെയ്താ മതി. ഇത് കൺഫ്യൂഷന്റെ ആവശ്യമില്ല തോന്നുണുട്ടാ. പറയണത് നിങ്ങളെങ്ങനെ വെച്ചാല് ഓക്കെ. ഇനി അതുപോലെ തന്നെ ആഹ് ഇൻട്രസ്റ്റ് കുറച്ചു. ഇനി അതുപോലെ സർവീസ് ചാർജും. ഇത് 45 ഡേയ്സിന്റെ അല്ലേ ഇത്? അപ്പൊ 168, 750/45 ചെയ്യുമ്പോൾ ഒരു ദിവസത്തിന്റെ ആയി. ഇൻടു 360 ചെയ്യുമ്പോൾ ഒരു ഇയറിന്റെ ആയി. നമുക്കിത് ഒരു ഇയറിന്റെയാണ് വേണ്ടത്. 13,50,000 എന്ത് സർവീസ് ചാർജ്. ഒരു ഇയറിന്റെ പറഞ്ഞാല് ലൈക്ക് ഈ ഒരു ഇയർ ക്രെഡിറ്റ് സെയിലിന്റെ ഡാറ്റാസ് ആണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെയാണ് എന്ത് ലൈക്ക് സെപ്പറേറ്റ്ലി കൊടുക്കണ പോലെ ആര് ഫിക്സ്ഡ് കോസ്റ്റിനെ ബ്രൈറ്റ് ലിമിറ്റഡ് സെപ്പറേറ്റ്ലി കൊടുക്കുകയാണ്. ഫാക്ടറിന് അങ്ങനെ അസ്യൂം ചെയ്താൽ മതി. ഇതില് ഡിഡക്ട് ചെയ്യണ്ട. ഓക്കെ. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ സെരിമിറ്റിൽ അങ്ങനെ ചെയ്തില്ല. അത്രേ ഉള്ളൂ. 50,000 ഡ്യൂറിങ് ദി ഇയർ. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് സേവിങ്സ് ഇൻ ക്രെഡിറ്റ് പീരിയഡ് നോക്കാം. ഇപ്പൊ നോക്കടാ. ഇപ്പൊ 6,75,00,000 രൂപയാണ് ഡ്യൂറിങ് ദി ഇയർ ബ്രൈറ്റ് ലിമിറ്റഡ് നടത്തിയിട്ടുള്ള എന്ത് ക്രെഡിറ്റ് സെയില്. അപ്പൊ ബ്രൈറ്റ് ലിമിറ്റഡ് ഈ ഫാക്ടറിംഗ് വരുന്നതിന്റെ മുന്നേ ക്രെഡിറ്റ് നടത്തുമ്പോൾ ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ 70 ദിവസം കഴിയണമായിരുന്നു എന്ത് ഫണ്ട് കിട്ടാന്. ഡെറ്ററിന്റെന്ന് ഫണ്ട് കിട്ടാന്. അപ്പൊ 70 ദിവസം കഴിയാന്ന് പറയുമ്പോൾ ചിലപ്പോ ഇപ്പൊ ഇപ്പൊ നോക്കടാ. ഇപ്പൊ ഞാൻ ഇന്ന് ക്രെഡിറ്റ് സെയിൽ വിറ്റു. ഇന്ന് ഞാൻ ക്രെഡിറ്റ് സെയിൽ ചെയ്തു. ഉം. 70 ദിവസം കഴിയണം. അപ്പൊ ആ 70 ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോ ഫംഗ്ഷൻ ചിലപ്പോ വേറെ വല്ല ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ ലോൺ എടുക്കുകയാണെങ്കിൽ എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 12.5% ആണ്. ഞാന് എവിടുന്ന് ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ ഞാൻ 12.5% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഏഹ്. എടാ ഇന്ന് ഞാന് സെയിൽ ചെയ്തു. 70 ദിവസം കഴിഞ്ഞാലേ എനിക്ക് ഇനി ഫണ്ട് കിട്ടുള്ളൂ. ആ ഫണ്ട് കിട്ടിയാലാണ് എനിക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഫണ്ട് 70 ദിവസം കഴിയണ്ടേ? അപ്പൊ 70 ദിവസം നീങ്ങി പോവാന് 70 ദിവസം കഴിഞ്ഞാലേ എനിക്ക് ഫണ്ട് കിട്ടുള്ളൂ ഡെറ്ററിന്റെക്കന്ന്. അപ്പൊ 70 ദിവസം വരെ നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിന്ന് വല്ല ലോൺ എടുക്കുകയാണെങ്കിൽ എനിക്ക് 12.5% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. കാരണം എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഞാൻ ക്യാപിറ്റൽ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് എത്രയാണ്? 12.5% ആണ്. അല്ലേ? ഇപ്പോ ഫാക്ടറിംഗ് വന്നതിന് ശേഷം എനിക്ക് 45 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. ഇന്ന് സെയിൽ കഴിഞ്ഞാൽ 45 ദിവസം കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും. 70 ദിവസം ഇപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ അവിടെ ഈ ഒരു 25 ദിവസം സേവിങ്സിന് ഇൻട്രസ്റ്റ് വരല്ലേ? ഡ്യൂ ടു ഫാക്ടറിംഗ്. ഫാക്ടറിംഗ് കാരണമല്ലേ എനിക്ക് സേവിങ്സ് വന്നത്. അപ്പൊ പണ്ട് ഞാന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 70 ദിവസം വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇന്ന് ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 45 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊന്ന് വെച്ചാൽ 45 ദിവസത്തിന് വേണ്ടി എനിക്ക് ലോൺ എടുത്താൽ മതി. 70 ദിവസത്തിന് വേണ്ടി ലോൺ എടുക്കണ്ട. അപ്പൊ ഞാൻ ലോൺ എടുക്കുകയാണെങ്കിൽ 12% എനിക്ക് സോറി 12% ആണ് റേറ്റ് വരാ. അത് എനിക്ക് 25 ഡേയ്സിന് സേവിംഗ് ആയിട്ട് വരും. എങ്ങനെ 25 ഡേയ്സ് വരാ? 70 മൈനസ് 45 ഇപ്പൊ ഡ്യൂ ടു ഫാക്ടറിംഗ് എനിക്ക് 25 ഡേയ്സിന്റെ മേലെ എന്താ 14% അല്ല സോറി 14 അല്ല 12.5% എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതല്ലേ. ഞാൻ ഇവിടുന്ന് ബ്രൈറ്റ് ലിമിറ്റഡ് ആയി ഞാൻ ഇവിടുന്ന് ഫണ്ട് റൈസ് ചെയ്യുമ്പോഴും എനിക്ക് 12% ആണ് എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് വരാ. ക്രെഡിറ്റ് സെയിൽ എത്രയാണ്? 6,75,00,000 അല്ലേ? അപ്പൊ 6,75,00,000 രൂപ പണ്ട് എനിക്ക് 70 ദിവസം കഴിയണമായിരുന്നു കിട്ടാന്. ഇന്ന് എനിക്ക് ലൈക്ക് ഒരു സൈക്കിളിന്റെ ടോട്ടലാട്ടാ ഞാൻ പറയണത്. ഇന്ന് എനിക്ക് 45 ദിവസം കഴിഞ്ഞാൽ മതി. അപ്പൊ 25 ദിവസത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് സേവിങ്സ് വരെയാണ് ഡ്യൂ ടു ഫാക്ടറിംഗ്. അപ്പൊ അതൊരു സേവിങ്സ് ഡ്യൂ ടു ഫാക്ടറിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഇപ്പൊ എത്ര വരാ? 585,938 ലൈക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ ആലോചിച്ചാൽ മതി. പണ്ട് ഇന്ന് ഞാനൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 70 ദിവസം നീങ്ങാന് ഞാനൊരു ലോൺ എടുക്കുമായിരുന്നു. 70 ദിവസത്തിന് ലോൺ എടുക്കുമായിരുന്നു. കാരണം 70 ദിവസം കഴിഞ്ഞാലല്ലേ റിട്ടേൺ എനിക്ക് പൈസ തരത്തുള്ളൂ. അപ്പൊ 70 ദിവസത്തിന് ലോണ് എടുക്കുമ്പോ 12% വരും. എന്നാൽ ഇന്ന് ഫാക്ടറിംഗ് കാരണം എനിക്ക് 45 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ 45 ദിവസത്തിന് ലോൺ എടുത്താൽ മതി ഞാന്. ലൈക്ക് 45 ദിവസം കഴിഞ്ഞാലല്ലേ ഡെറ്റർ പൈസ തരത്തുള്ളൂ. അപ്പൊ പൈസ ഇല്ലാത്ത സിനാരിയോയില് ഞാൻ 45 ദിവസത്തിന് ലോൺ എടുത്താൽ മതി. അപ്പൊ നോക്ക് 45 ദിവസത്തിന് ലോണും മുന്നേ 70 ദിവസത്തിന് ലോണും 25 ദിവസത്തിന്റെ ലോണല്ല ലോണിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്.
ആ 10,00,000 കിട്ടി 10,00,000 തിരിച്ചു കൊടുത്തു. അതിന് ഇൻട്രസ്റ്റ് അല്ല നമ്മുടെ കയ്യിന്ന് പോണത്. അപ്പൊ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് നമ്മൾ ആ 25 ദിവസത്തിന് ഇവിടെ സേവിങ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ. മനസ്സിലായി വിചാരിക്കണു. ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ. ഇപ്പൊ ഇതൊക്കെ സേവിങ്സും ഇതൊക്കെ കോസ്റ്റും ആണ്. അല്ലേ? ഇനി എഫക്റ്റീവ് കോസ്റ്റ് നോക്കിക്കൂടെ? 506, 250 സേവിങ് കൂടി 7,44,000 സേവിങ് കൂട്ടി. 585, 938 സേവിങ്സ് കൂട്ടി. അയിന്ന് കോസ്റ്റ് കുറക്കണം. 9,9376 ഇതൊക്കെ ആനുവൽ ആക്കി. അല്ല ആനുവൽ ആക്കിയില്ലേ? അതെ. അയ്യോ! കുറച്ച് തെറ്റിയല്ലോ. ഒരു മിനിറ്റ് ഇതിന്റെ ടോട്ടൽ ഒന്ന് എടുക്കട്ടെ ഞാന്. 506, 250 പ്ലസ് 7,44,000 പ്ലസ് 36, 188 921, 376 23, 21, 376 ഇത്ര എന്ത് കോസ്റ്റും ഇത്ര സേവിങ്സും. അപ്പൊ ഇഫക്റ്റീവ് കോസ്റ്റ് എത്ര? 18, 36, 188 485, 188 ഇത് നമ്മക്ക് കിട്ടുന്ന അഡ്വാൻസ്. നമ്മൾ മീൻസ് ബ്രൈറ്റ് ലിമിറ്റഡിന് കിട്ടുന്ന അഡ്വാൻസ് ഡ്യൂറിങ് ദി ഇയർ അഡ്വാൻസ് എത്രയാന്നാ ഞാൻ പറഞ്ഞത്? 64,66,078 ഡ്യൂറിങ് ദി ഇയർ കിട്ടുന്ന അഡ്വാൻസ്. ഡ്യൂറിങ് ദി ഇയർ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിങ് ദി ഇയർ ഫുൾ അഡ്വാൻസ് ആയിട്ട് നിൽക്കണത്തിന് 64,66,078 അതിന്റെ മേലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എഫക്റ്റീവ് കോസ്റ്റിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാന്. ഏഹ് ഈ 64,66,078 ഡ്യൂറിങ് ദി ഇയർ ഫുൾ അഡ്വാൻസ് ആയി നിൽക്കുന്നത്. അതിനാണ് ഞാൻ നേരത്തെ ഡയഗ്രാം വരച്ച് കാട്ടിയത്. അപ്പൊ 485, 188 ഡിവൈഡ് ബൈ 64,66,078 എത്ര പെർസെന്റേജ് വരുന്നത്? 7.5% ആണ് വരുന്നത്. ഇപ്പോൾ നോക്കടാ, ഈ ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാലും ഒരു സോഴ്സ് ഓഫ് ഫൈനാൻസിങ് ആണ്. എനിക്ക് വൈകി കിട്ടേണ്ട എമൗണ്ട് നേരത്തെ കിട്ടുക ഒരു സോഴ്സ് ഓഫ് ഫൈനാൻസിങ് ആണ്. ഈ ഫാക്ടറിംഗ് മൂലം എനിക്കുണ്ടാവുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 7.5% ആണ്. ഞാൻ ബാങ്കിന്ന് വല്ലതും എന്താണ് എനിക്ക് വൈകി കിട്ടേണ്ട എമൗണ്ട് നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നോർമലി എനിക്ക് 12% ആണ് ഈ ഒരു ഫൈനാൻസിങ് കിട്ടുകയാണെങ്കിൽ എനിക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ബട്ട് ഇവിടെ ഫാക്ടറിംഗ് എന്ന ഫൈനാൻസില് 7.5% വരുന്നുള്ളൂ. ഒബ്വിയസ്ലി ഫാക്ടറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എക്സിസ്റ്റിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? അല്ലേ? നമുക്ക് നോർമലി ഫണ്ട് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരാളുടെ കയ്യിന്ന് പൈസ കിട്ടുക, ഒരു കടമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഫൈനാൻസിങ് ആണ്. നോർമലി എനിക്ക് 12.5% വേണം. എവിടുന്നൊരു ഏതൊരു ഫണ്ട് കിട്ടണമെങ്കിലും. ബട്ട് ഈ ഫാക്ടറിംഗിൽ എനിക്ക് 7.5% മതി. 7.5% എങ്ങനെ വന്നത്? എനിക്ക് നെറ്റ് കോസ്റ്റ് ഡ്യൂ ടു ഫാക്ടറിംഗ് 485, 188 ആണ്. അത് ഡിവൈഡഡ് ബൈ അഡ്വാൻസ് ഡ്യൂറിങ് ദി ഇയർ ചെയ്യുമ്പോൾ 7.5% വിച്ച് ഈസ് ലെസ് ദാൻ എക്സിസ്റ്റിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഈ ഫാക്ടറിംഗ് ആക്സെപ്റ്റ് ചെയ്തൂടെ? ആക്സെപ്റ്റബിൾ അല്ലേ ഈ ഫാക്ടറിംഗ് ഓഫർ? ഇപ്പോ ഇത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും 64,66,078 എടുത്തത്. ഇനി ഞാനിത് വേറെ രീതിയിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാട്ടിത്തരാം. ഏഹ് ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങളെല്ലാവരും സമ്മതിക്കുന്നുണ്ടാവും എന്ത്? പെർ സൈക്കിൾ അഡ്വാൻസ് കിട്ടുന്നത് 64,66,078 നിങ്ങളെല്ലാവരും സമ്മതിക്കുന്നുണ്ടാവും. ഇല്ലേ? ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് ഇപ്പൊ നോക്ക്, ഞാൻ ഡ്യൂറിങ് ദി ഇയർ 7.5 പറയുകയാണെങ്കിൽ ഡ്യൂറിങ് ദി ഇയർ 7.5 പറയുകയാണെങ്കിൽ എത്ര സൈക്കിളിനുള്ളതാ? ഇപ്പൊ ഇവിടെ 45 ഡേയ്സിന്റെയാണ്. ഇത് അപ്പൊ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാല് 7.5 ഇൻറ്റു 45/360 അല്ലേ? നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാട്ടിത്തരാനാണ്. ഈ 64 എടുത്താലാണ് ശരിയാവുള്ളൂ എന്ന് പ്രൂവ് ചെയ്ത് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. എത്രയാണ്? 7.5 ഇൻറ്റു 45/360 45 ഡേയ്സിന് എഫക്റ്റീവ് കോസ്റ്റ് വരാ പെർസെന്റേജ് ബേസിൽ 0.9375 ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് പെർ സൈക്കിൾ ബേസിസിൽ ചെയ്ത് കാട്ടിത്തരാം. പെർ സൈക്കിൾ ബേസിസിൽ ചെയ്ത് കാട്ടിത്തരാം. ഇത് എക്സാമിന് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമിന് ഇതുവരെ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു അഡീഷണൽ നിങ്ങൾക്ക് ഒന്നുകൂടി പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കാട്ടിത്തരണമെന്നുള്ളൂ. അപ്പൊ ഇതാണ് എന്ത്? ഡ്യൂറിങ് ദി ഇയർ. ഇതെന്താണ്? സേവിങ്സ് ആൻഡ് ബാഡ് ഡെപ്റ്റ്സ്. ഇതൊക്കെ ഇയർലി ബേസിസിലുള്ള എമൗണ്ടുകളാണ് അല്ലേ? ഇതിനാദ്യം ഞാന് പെർ സൈക്കിളിലോട്ട് മാറ്റാണ്. 18,36,188 പെർ സൈക്കിളിലോട്ട് മാറ്റുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരെങ്കിലും എഴുതാം. 18,00,000
36,188 ഞാന് ഒരു സൈക്കിളിലോട്ട് മാറ്റുമ്പോൾ 45/360 എത്ര വരുന്നത്? 229,524. ഇതെന്താണ്? സേവിങ്സ് പെർ സൈക്കിൾ ആണ്. സേവിങ്സ് പെർ സൈക്കിൾ. ഇത് ഇപ്പൊ ഇതിന്റെ പെർ സൈക്കിൾ നമ്മള് കണ്ടിട്ടുണ്ട്. ഇതിന്റെയും പെർ സൈക്കിൾ നമ്മള് കണ്ടിട്ടുണ്ട്. ഇവിടെ ഏതാ 115, 172, 168, 750. 115, 172, 118 സോറി 168, 750. 68, 750. ഇതെന്താ? ഇൻട്രസ്റ്റും ഇതെന്താ? സർവീസ് ചാർജ് അങ്ങനെ എന്തോറ്റാ. പിന്നെ റിഡൻഡൻസി കോസ്റ്റും ഞാൻ പെർ സൈക്കിൾ എടുക്കുകയാണ്. റിഡൻഡൻസി കോസ്റ്റ് പെർ സൈക്കിൾ എടുക്കുമ്പോൾ 50,000 ഇൻറ്റു 45/360 6,250. ഇവിടെ നോക്ക്. ഇവിടെ ടോട്ടൽ എത്ര വരുന്നത്? 1,250 പ്ലസ് 168, 750 പ്ലസ് 115, 172, 290, 172. ഇവിടെ ഇഫക്റ്റീവ് കോസ്റ്റ് പെർ സൈക്കിൾ എത്ര വരുന്നത്? 229, 524, 60, 648 പെർ സൈക്കിൾ ഇഫക്റ്റീവ് കോസ്റ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എന്ത്? പെർ സൈക്കിളായ അഡ്വാൻസ് കിട്ടിയ 64,66,078 എടുക്കുന്നത്. അല്ലേ? 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 64,66,078 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 60. ഞെട്ടാൻ റെഡി ആയിക്കോ. അല്ല മനസ്സിലായുള്ളവർക്ക് ഞെട്ടേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി 100% ചെയ്യുമ്പോൾ 0.937 ലൈക്ക് 0.938 നോക്ക്. ലൈക്ക് 0.9379 ലൈക്ക് 0.9 ലൈക്ക് 0.9378 ഇവിടെ 7 സംതിങ് വരുന്നത്. സെയിം അല്ലേ? സെയിം അല്ലേ? ഇനി ഇതിനെ ഇത് നമുക്കറിയാം 45 ഡേയ്സിന്റെ ആണെന്ന് അല്ലേ? അപ്പോൾ ബൈ 45 ഇൻറ്റു 360 അടിച്ചു നോക്ക്. പെർ ഇയർ എക്സാക്ട്ലി എത്ര വരുന്നത്? 7.5035 വിച്ച് ഈസ് സെയിം ആസ് ഇവിടെ 7.5. കണ്ട? അപ്പോ ഞാൻ ഒന്നുകൂടി പറയണു. നമ്മൾ ആ ഡയഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂറിങ് ദി ഇയർ ഏതൊരു ഡേയിലും അഡ്വാൻസ് നിൽക്കുന്നത് 64,66,078 ആണ്. അപ്പൊ നമ്മള് അത് വേണം എന്താക്കി എടുക്കാന്? എഫക്റ്റീവ് കോസ്റ്റ് കാണണേന്റെ ബേസ് ആക്കിയിട്ട് എടുക്കാന് ഫോർ ഫാക്ടറിങ്. അത് ഫസ്റ്റത്തെ 45 ഡേയ്സിന്റെ ബിഗിനിങ്ങിൽ 64,66,078 ഫാക്ടർ ബ്രൈറ്റിന് കൊടുക്കും, ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുക്കും. 45 ഡേയ്സ് കഴിയുമ്പോൾ സ്ക്വയർ ഓഫ് ആവും. പിന്നെ അത് വീണ്ടും എന്താണ് റിപ്പീറ്റ് ആവും. അങ്ങനെ ഡ്യൂറിങ് ദി ഇയർ ഏതൊരു ഡേയിലും 64 lakh ആണ് അഡ്വാൻസ് ഉണ്ടായിരിക്കുക. ബ്രൈറ്റ് ലിമിറ്റഡ് ഫാക്ടർ ബ്രൈറ്റ് ലിമിറ്റഡിന് കൊടുത്തതായിട്ട് ഡ്യൂറിങ് ദി ഇയർ ഏതൊരു ഡേയിൽ നോക്കിയാലും 64,66,078 ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഡ്യൂറിങ് ദി ഇയർ 64,00,000 ഡ്യൂറിങ് ദി ഇയറിലുള്ള എഫക്റ്റീവ് കോസ്റ്റിന് ബേസ് ആക്കിയിട്ട് 64,66,078 എടുക്കുന്നത്. അത് കറക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തതാണ് ഞാനിവിടെ അടിയിൽ പെർ സൈക്കിള് എഫക്റ്റീവ് കോസ്റ്റ് എടുത്തു. പെർ സൈക്കിൾ എഫക്റ്റീവ് കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പെർ സൈക്കിള് സേവിങ്സും ഫാക്ടറിങ് കോസ്റ്റും ലെസ് ചെയ്തിട്ട് കിട്ടിയതാണിത്. എന്നിട്ട് പെർ സൈക്കിൾ നിങ്ങൾക്ക് അഡ്വാൻസ് അല്ലെങ്കിൽ ബേസ് ഇതാക്കി എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കില്ല. ഇത് ഇയർലി എടുത്തതിലായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കുക. പെർ സൈക്കിൾ എടുത്തതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കില്ല. നമുക്ക് പെർ സൈക്കിളിൽ ഇത് നിങ്ങൾ വിചാരിച്ച പോലെ എടുത്തു. എന്നിട്ട് അതിനെ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഈ പെർസെന്റേജ് ആണ് വരുന്നത്. അതിനർത്ഥം എന്താ? ഹോൾ ഇയറിലും ബേസ് ആക്കിയിട്ട് ഇത് തന്നെ എടുക്കണം എന്നല്ലേ? മനസ്സിലായി വിചാരിക്കണു. പിന്നെ ഇവിടെ ഉണ്ടല്ലോ 50,000 എന്താണ് ഫിക്സഡ് ഒരു സങ്ക് കോസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പല ആൾട്ടർനേറ്റീവിലും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ രീതിയിൽ ചെയ്താലും കറക്റ്റ് തന്നെയാണ്. അത് തന്നെ ചെയ്താൽ മതി. ഓക്കെ 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 ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊക്കെ എക്സാമിന് നമ്മൾ ഒരു വട്ടം ചെയ്യാതെ പോവുകയാണെങ്കിൽ ഒരിക്കലും എന്താണ് എഴുതാൻ പറ്റില്ല. നല്ല ക്വസ്റ്റ്യൻ ആണ്. എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളോട്ടാ. ഞാൻ ക്യാമറ ഒന്ന് അടിക്കട്ടെ ചിലപ്പോ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുർ എന്താണ്? ഓക്കെ
Surkat Limited has an annual credit sale of 75 lakh. ആക്ച്വൽ ക്രെഡിറ്റ് 75 ലാക്കാണ് ക്രെഡിറ്റ് സെയിൽ. ആക്ച്വൽ ക്രെഡിറ്റ് ടൈം എത്രയാണ്? 30 ഡേയ്സ് ആണ്. അപ്പോ ആവറേജ് ഡെറ്റർ എപ്പോഴും എത്രയാണ്? എത്രയാണ് ഫസ്റ്റ് കൊടുക്കുക? സുഗ്രത്ത് എന്ത് പേര്? എസ് ലിമിറ്റഡ് എന്ന് പറയാം. എസ് ലിമിറ്റഡ് ഫസ്റ്റ് ഫാക്ടർ കൊടുക്കുന്ന എമൗണ്ട് എത്രയായിരിക്കും? 75 ലാക്ക് ഇൻറ്റു 30/360 ആയിരിക്കും അല്ലേ? അയ്യോ ഒരു മിനിറ്റ്. But its management of receivable has been poor and average collection period is about 60 days. Okay. ഇപ്പൊ 30 ഡേയ്സ് ആണ് അവര് ക്രെഡിറ്റ് പീരീഡ് എന്ന് എസ് ലിമിറ്റഡ് കസ്റ്റമേഴ്സിനോട് പറയണെങ്കിലും അവരുടെ കഴിവുകേടുകൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അവര് പേടിയില്ലാത്തതുകൊണ്ട് എത്ര 60 ദിവസം കഴിയുമ്പോഴാണ് കളക്ട് ചെയ്യാൻ പറ്റാറുള്ളൂ എന്ന്. ഓക്കെ. അപ്പൊ ഇവരുടെ ആവറേജ് ഡെറ്റ് ഫാക്ടറിങ്ങിന്റെ മുന്നേ മിക്കതും ഈ ഫാക്ടറിങ് വരുമ്പോൾ 30 ഡേയ്സ് തന്നെ കളക്ട് ചെയ്യേണ്ടതായിരിക്കും. ആ ഒരു അസംഷനിലാണ് നമ്മൾ എടുക്കുക. നമ്മൾ മുന്നത്തെ ദിവസം ചെയ്ത പോലെ. ഓക്കെ, നമുക്ക് എന്തായാലും ഫാക്ടറിങ്ങിന്റെ ബേസിലാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് മൊത്തം ക്വസ്റ്റ്യൻ വായിക്കാം. ഇടയിൽ വെച്ചിട്ട് ചെയ്തിട്ട് ഇതാക്കണ്ട. ഓക്കെ അല്ലടാ? ഓക്കെ. 30 ഡേയ്സ് ആണ് ക്രെഡിറ്റ് പീരീഡ്. പക്ഷെ 60 ഡേയ്സിലാണ് കളക്ട് ചെയ്യാറ് എസ് ലിമിറ്റഡ്. ബാഡ് ഡെപ്റ്റ് 1% ആണ് ടോട്ടൽ സെയിൽസിന്റെ. 75 1% ബാഡ് ഡെപ്റ്റ് ആണ്. ഓക്കെ. ഫാക്ടർ ഹാസ് ഓഫേർഡ് ടു ടേക്ക് ഓവർ ടാസ്ക് ഓഫ് ഡെറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഫാക്ടർ ഡെറ്റ് അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യാൻ പറയുന്നുണ്ട്. അറ്റ് ആൻ ആനുവൽ ഫീ ഓഫ് 1.5% ഓഫ് ക്രെഡിറ്റ് സെയിൽ. ഓക്കെ. എസ് ലിമിറ്റഡ് എസ്റ്റിമേറ്റ് ഇറ്റ് വുഡ് സേവ് 45,000 ഇയർ ഇൻ അഡ്മിനിസ്ട്രേഷൻ. സേവിങ്സ് ഡ്യൂ ടു ഫാക്ടറിങ് 45,000 ആണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ. ഡ്യൂ ടു എഫിഷ്യൻസി ഓഫ് ദ ഫാക്ടർ ദ ആവറേജ് കളക്ഷൻ പീരിയഡ് വുഡ് കം ബാക്ക് ടു ഒറിജിനൽ ക്രെഡിറ്റ് പീരിയഡ് 30 ഡേയ്സ്. ഇങ്ങനെ തന്നെയായിട്ട് എക്സാമിന് വരുള്ളൂ. ഇനി ഇത് 28 ഡേയ്സ് അങ്ങനൊന്നും വരത്തില്ല. ഓക്കെ. എ ബാഡ് ഡെപ്റ്റ് വുഡ് കം ടു 0.5% ഓൺ റിക്കോഴ്സ് ബേസിസ്. ഇത്രയും ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ ബാഡ് ഡെപ്റ്റ് 1% ഫുൾ ഇല്ലാതാവും എന്നുള്ള ഒരു മീനിങ്ങിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫാക്ടറിങ് വരുന്നതുകൊണ്ട്. ബട്ട് ഇവിടെ 0.5% റിക്കോഴ്സ് ബേസിസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാക്ടർ 0.5% ബിയർ ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് റിക്കോഴ്സ് ബേസിസ് പറഞ്ഞു ഫാക്ടറിന് ഒരു അൾട്ടർനേറ്റീവ് ഉണ്ട്. എന്ത്? 0.5% അവർക്ക് ബാഡ് ഡെപ്റ്റ് ആയി കഴിഞ്ഞാൽ അത് കസ്റ്റമർ ബെയർ ചെയ്യണം. അപ്പൊ ഇൻഡയറക്ട്ലി ഇവിടെ ബാക്കി 0.5% ബാക്കി 50% 0.5. അയ്യോ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. 75 ലാക്ക് ഇൻറ്റു 50% അല്ല 0.5 തന്നെയാണല്ലേ? 75 ലാക്ക്. ഓക്കെ. അല്ല ഓക്കെ മനസ്സിലായി. 1% ആണ് എന്ത്? ബാഡ് ഡെപ്റ്റ് ടോട്ടല്. അതില് പക്ഷെ 0.5% ആണ് എന്ത്? റിക്കോഴ്സ് ബേസിസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാക്ടറി സഹിക്കത്തില്ല. അത് ആര് സഹിക്കണം? കസ്റ്റമർ ഐ മീൻ എസ് ലിമിറ്റഡ് സഹിക്കണം. റിക്കോഴ്സ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൾട്ടർനേറ്റീവ് ഉണ്ട് ആർക്ക്? ഫാക്ടർക്ക്. നോൺ റിക്കോഴ്സ് ബേസിസ് എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് ഇല്ല ആർക്ക്? ഫാക്ടർക്ക്. രണ്ടും ഫാക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് അൾട്ടർനേറ്റീവ് ഉണ്ട്, അൾട്ടർനേറ്റീവ് ഇല്ല എന്ന് പറഞ്ഞത്. റിക്കോഴ്സ് ബേസിസ് എന്ന് പറഞ്ഞാല് ഫാക്ടർക്ക് അൾട്ടർനേറ്റീവ് ഉണ്ട്. എന്ത് അൾട്ടർനേറ്റീവ്? ആ ബാഡ് ഡെപ്റ്റ് എസ് ലിമിറ്റഡ് സഹിച്ചോളാം, കമ്പനി സഹിച്ചോളാം. നോൺ റിക്കോഴ്സ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാക്ടർക്ക് അൾട്ടർനേറ്റീവ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് എസ് ലിമിറ്റഡ് ബാഡ് ഡെപ്റ്റ് സഹിക്കില്ല, ഫാക്ടറിന്റെ ബാഡ് ഡെപ്റ്റ് സഹിക്കണം. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ 0.5% റിക്കോഴ്സ് ബേസിസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എസ് ലിമിറ്റഡ് സഹിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് 0.5% ഫാക്ടർക്ക് അൾട്ടർനേറ്റീവ് ഉണ്ട്. ഇൻ ദ സെൻസ് 0.5% ബാഡ് ഡെപ്റ്റ് ആര് സഹിക്കണം? എസ് ലിമിറ്റഡ് സഹിക്കണം. അപ്പോ ഇവിടെ ഇൻഡയറക്ട്ലി ബാക്കി 0.5%ഓ 0.5ഉം 0.5ഉം കൂടണല്ലേ 1%. ബാക്കി 0.5% മാത്രമാണ് സേവിങ്സ് വരത്തുള്ളൂന്ന്. ഞാൻ ഒന്നുകൂടിയും പറയാം. ടോട്ടൽ ബാഡ് ഡെപ്റ്റ് പറഞ്ഞാല് 1% ആണ്. അതില് 0.5 എന്താണ്? നോൺ റിക്കോഴ്സും ബാക്കി 0.5 ആണ് എന്ത്? റീകോഴ്സും. എന്ന് വെച്ച് ഈ 0.5 ഫാക്ടർ സഹിക്കത്തില്ല, എസ് ലിമിറ്റഡ് സഹിക്കേണ്ടി വരും. ഇത് ഫാക്ടർ സഹിക്കാം. അതാണ് ഇൻഡയറക്ട്ലി അവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ. അപ്പോ സേവിങ്സ് ഇൻ ബാഡ് ഡെപ്റ്റ് 0.5% വരത്തുള്ളൂ. അല്ലാതെ 1% വരത്തില്ലാന്ന് ഫാക്ടറിങ് കാരണം. ഓക്കെ. ദ ഫാക്ടർ വുഡ് പേ നെറ്റ് അഡ്വാൻസ് ഓഫ് 80% ടു ദ കമ്പനി. 80% കമ്പനിക്ക് കൊടുക്കുന്നാണ് പറയണത്. 80%. ലൈക്ക് ഇവർക്ക് എത്രയോ സർവീസ് ചാർജ് കളക്ട് ചെയ്യുമ്പോൾ പറഞ്ഞില്ല. ആ സർവീസ് ചാർജ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് വരും.
ആ എമൗണ്ടിന്റെ 80% ആർക്ക് കൊടുക്കും? ഫാക്ടറി എസ് ലിമിറ്റഡിന് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അറ്റ് ആൻ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12% ആഫ്റ്റർ വിത്ത്ഹോൾഡിംഗ് എ റിസർവ് ഓഫ് 10%. ഓക്കെ. 10% ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടിന്റെ 80% ആണ് ആർക്ക് കൊടുക്കുക? ഫാക്ടറി എസ് ലിമിറ്റഡിന് കൊടുക്കുക. ഓരോ സൈക്കിളുള്ള ഡെറ്ററിന്. ഓക്കെ. പിന്നെ ഇവിടെ വേറെ സംഭവം വരുന്നുണ്ട്. എസ് ലിമിറ്റഡ് ഈസ് കറന്റ്ലി ഫൈനാൻസിങ് ഇറ്റ്സ് റിസീവബിൾസ് ഫ്രം ഓവർഡ്രാഫ്റ്റ് കോസ്റ്റിംഗ് 10% പെർ ഇയർ. എടാ ഈ ഇപ്പൊ ഇവിടെ 60 ദിവസമാണ് കളക്ഷൻ പീരീഡ് ഫാക്ടറി വരുന്നതിന് മുന്നേ. അപ്പൊ ഈ ഡെറ്ററിന്റെക്കുന്ന എമൗണ്ട് കിട്ടാതെ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ 60 ദിവസം വേണം എന്ത്? ഡെറ്ററിന്റെക്കുന്ന എമൗണ്ട് തന്നെ. അപ്പൊ ഈ 60 ദിവസത്തിന് ഫണ്ട് വേണ്ട ആവശ്യത്തിന് ഈ എസ് ലിമിറ്റഡ് എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഡ്രാഫ്റ്റ് എടുക്കുക ചെയ്യാറ്. ഇപ്പൊ ഞാൻ 50,000 രൂപ ഒരു സാധനം വിറ്റു. 60 ദിവസം കഴിഞ്ഞാലേ എനിക്ക് 50,000 കിട്ടുള്ളൂ. 50,000 എനിക്ക് ഇന്ന് കിട്ടിയാലാണ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. 60,000 രൂപ സോറി 50,000 രൂപ 60 ദിവസം കഴിഞ്ഞിട്ടേ കസ്റ്റമർ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബിസിനസ് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 60 ദിവസം എന്റെ ബിസിനസ് കണ്ടിന്യൂ 50 ദിവസം അല്ല 60 ദിവസം എന്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 50,000 വേറെ എവിടുന്നേലും ലോൺ എടുക്കും. അല്ലെ ഓവർഡ്രാഫ്റ്റ് എടുക്കും. ആ ഓവർഡ്രാഫ്റ്റിന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ എത്ര? 10% ആണ് പറഞ്ഞത്. അപ്പൊ മുന്നേ 60 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഫാക്ടറിങ് ക്രെഡിറ്റ് പീരീഡ് ഉണ്ടായിരുന്നു. ഫാക്ടറിങ് വരുന്നതിന് മുന്നേ. അപ്പൊ ഈ 60 ദിവസത്തിന് 10% ആയിരുന്നു ഇവരെന്ത് ഓവർഡ്രാഫ്റ്റ് എടുത്തിരുന്നത്. ആൻഡ് വിൽ കണ്ടിന്യൂ ടു ഫൈനാൻസ് ദ ബാലൻസ് ഫണ്ട് നീഡഡ് വിച്ച് ഈസ് അപ്പോ ഇവിടെ പറയണ്ടല്ലോടാ 80% ആണ് ഫാക്ടറി തരത്തുള്ളൂ. അപ്പൊ ബാക്കി 20% എസ് ലിമിറ്റഡ് ഈ ഓവർഡ്രാഫ്റ്റിന് തന്നെ വീണ്ടും എടുക്കും എന്നാണ് ഇൻഡയറക്ട്ലി പറഞ്ഞു തരുന്നത്. പണ്ട് 100% ഓവർഡ്രാഫ്റ്റിന് എടുത്തിരുന്നു ഫോർ എ പീരീഡ് ഓഫ് 60 ഡേയ്സ്. എന്നാൽ ഇപ്പോ ഫാക്ടറി ഫണ്ട് ചെയ്യാത്ത എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ 75 ലാക്ക് ആണ് ഡ്യൂറിങ് ദ ഇയർ എന്നുണ്ടെങ്കിൽ ഒരു സൈക്കിളിന് എത്ര ഡെറ്റർ വരാ? ഇൻറ്റു 30 ബൈ ഇപ്പൊ ഫാക്ടറി വരുമ്പോ 30/360 ആണല്ലോ. 6,25,000 രൂപയാണ് നോർമലി തരേണ്ടത്. ലൈക് ഡെറ്ററിന്റെക്കന്ന് കിട്ടേണ്ടത്. പക്ഷെ ഫാക്ടറി അവരുടെ അഡ്വാൻസ് ഒക്കെ കുറച്ചിട്ട് ഒരു 5,00,000 തരണുള്ളൂ വിചാരിക്കുക. അപ്പൊ 6,25,000 5,00,000 കുറച്ചാല് 1,25,000 ഒരു ഡെഫിഷ്യൻസി അല്ലേ ആർക്ക്? എസ് ലിമിറ്റഡിന്. അത് ഓവർഡ്രാഫ്റ്റിന്ന് എടുക്കുന്നാണ് പറയണത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടും. വിച്ച് ഈസ് നോട്ട് ഫൈനാൻസ്. ഓക്കെ. കമ്പ്യൂട്ട് വെദർ ദ ഫാക്ടർസ് സർവീസ് ഷുഡ് ബി ആക്സെപ്റ്റ് ഓർ റിജക്റ്റഡ് അസ്യൂം 360 ഡേയ്സ് ഇൻ എ ഇയർ. ഓക്കെ. നോർമലി 360 ഡേയ്സ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ 360 ഡേയ്സ് ആണ് എടുക്കാറ്. കാരണം അതാണ് കൂടുതൽ റൗണ്ട് ഓഫിന് ഹെൽപ്ഫുൾ ആവുക. ഓക്കെ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഡേയ്സ് ആണ് എടുക്കുക. ഇവിടെ പറഞ്ഞല്ലോടാ നമുക്ക് ആദ്യം ലൈക്ക് മുന്നേ ചെയ്ത സെയിം സെറ്റപ്പിൽ തന്നെ ചെയ്യാം. ഇവിടെ ഇവിടുന്ന് ഇപ്പൊ തുടങ്ങാം. നമുക്ക് ആദ്യം സേവിങ്സ് ഡ്യൂ ടു ഫാക്ടറിങ് എഴുതാം. അത് കണ്ടുപിടിക്കാൻ വലിയ പണിയില്ലല്ലോ. എങ്ങനെ വേണേലും ചെയ്യാട്ടോ. അതിന്റെ ആൻസർ ഷെയർ ചെയ്യാൻ മതി എന്നുള്ള പ്രസന്റേഷനും എല്ലാ ഡീറ്റെയിൽസും നോട്ട് കൊടുക്കുക. ആക്ച്വൽ ക്രെഡിറ്റ് ടൈം 30 ഡേയ്സ് ആണ്. ബട്ട് ഇറ്റ്സ് മാനേജ്മെന്റ് റിസീവബിൾ ഹാസ് ബീൻ പവർ കളക്ഷൻ പീരീഡ് 60 ഡേയ്സ്. അപ്പൊ പണ്ട് 60 ഡേയ്സിന് മേടിച്ചിരുന്നതും ഇപ്പൊ 30 ഡേയ്സിന് കിട്ടിയിരുന്നതും തമ്മിലുള്ള ആ ഒരു സേവിങ്സ് ഇൻട്രസ്റ്റ് സേവിങ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ബാഡ് ഡെപ്റ്റ് 1% ഓഫ് ടോട്ടൽ സെയിൽസ് ആണ്. അതിൽ 0.5% എന്ന് വെച്ചാൽ 75,00,000ന്റെ 0.5% ബാഡ് ഡെപ്റ്റ് സേവിങ്സ് ആണ്. നമുക്ക് എഴുതി കൂടെ? ബാഡ് ഡെപ്റ്റ് സേവിങ്സ് 75 ലാക്കിന്റെ 1% വരത്തില്ല. 0.5% വരത്തുള്ളൂ. കാരണം പോയിന്റ് ബാക്കി 0.5% പറഞ്ഞാല് റീകോഴ്സ് ബേസിസിലാണ്. അത് എസ് ലിമിറ്റഡ് തന്നെ സഹിക്കണം. അപ്പോ ഫാക്ടറി സഹിക്കുന്നത് ബാക്കി 0.5% ഉള്ളൂ. അതാണ് നമുക്ക് എസ് ലിമിറ്റഡിന് സേവിങ്സ് ആയിട്ട് വരാം. എത്ര? 37,500. പിന്നെ എന്താണ്? ഓക്കെ. സേവിങ്സ് ഇൻ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും 45,000. ഇത് പെർ ഇയർ ആണ്. അതെ പെർ ഇയർ തന്നിട്ടുണ്ട്. ഓക്കെ. അഡ്മിനിസ്ട്രേഷൻ സേവിങ്സ്. ഓക്കെ. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഏത്? ഇത്ര എമൗണ്ട് ആണ് അഡ്വാൻസ് കൊടുക്കേണ്ടി വരാ. ആര്? ഫാക്ടറി എസ് ലിമിറ്റഡിന് ഫോർ പെർ സൈക്കിൾ. ഇപ്പോ 30 ഡേയ്സ് ആണ് എന്ത്? ക്രെഡിറ്റ് പീരീഡ് അല്ലേ? ഫാക്ടറി വന്നപ്പോൾ. ഇപ്പൊ ആവറേജ് ഡെറ്റർ എത്രയാണ്? ഇപ്പൊ ആദ്യം എത്ര എമൗണ്ടിന്റെ ഡെറ്റർ ആണ് എസ് ലിമിറ്റഡ് ഹാൻഡ് ഓവർ ചെയ്യാ ഫാക്ടറിക്ക്? 75 ലാക്ക് ഇൻറ്റു 30/360. നമുക്ക് ഓർമ്മയില്ലേ? ഇപ്പൊ 30 ഡേയ്സിന്റെ ബിഗിനിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പൊ എത്ര സെയിൽ ഉണ്ടായിട്ടുണ്ട് ആ 30 ഡേയ്സിന്? 6,25,000 സെയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ 6,25,000 ഡെറ്റർ ക്രെഡിറ്റ് സെയിൽ ഉണ്ടായത്
എസ് ലിമിറ്റഡ് ആർക്ക് കൊടുക്കും? ഫാക്ടറിന് കൊടുക്കും. ഫാക്ടർ അപ്പൊ തന്നെ 6,25,000 എടുത്ത് തരുമോ? ഇല്ല. സർവീസ് ചാർജ് കുറക്കും. എത്ര? 1.5%. ക്രെഡിറ്റ് സെയിലൂടെ എത്ര? 6,25,000. ഓക്കെ, 9,000 1.5% ഓഫ് 6.25 lakh 9,375. പിന്നെ ഇതൊക്കെ നമ്മൾ മേലെ കാട്ടി. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഫാക്ടറിങ് മൂലം നമുക്കുണ്ടാവുന്ന കോസ്റ്റ് ആയിട്ട് ഇവിടെ എടുക്കുന്നത്. ഫാക്ടറി വുഡ് പേ നെറ്റ് അഡ്വാൻസ് ഓഫ് 80% ടു കമ്പനി അറ്റ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ആഫ്റ്റർ വിത്ത് ഹോൾഡിംഗ് റിസർവ്. റിസർവ് ഓർക്കണ്ട, അത് പിടിച്ചു വെക്കണത് എത്ര? 10%. എന്നുവെച്ചാൽ 62,500. 62,500 പ്ലസ് 9,375 രണ്ട് കൂട്ടി കഴിഞ്ഞിട്ട് ഇതിന്ന് കുറച്ചാല് 5,53,125 വരും. അല്ലേ? ഇതാണ് കൊടുക്കാനുള്ളത്. ആര്? ഫാക്ടറി എസ് ലിമിറ്റഡിന്. പക്ഷേ ഇത് കൊടുക്കോ? ഇത് കൊടുക്കില്ല. ഇതിന്റെ എത്ര കൊടുക്കുള്ളൂ? ഫാക്ടറി വുഡ് പേ നെറ്റ് അഡ്വാൻസ് 80% കൊടുക്കുള്ളൂ. അല്ലേ? 80% കൊടുക്കുള്ളൂ. 80% എത്രയാണ് വരാന്ന് പറഞ്ഞ്? 4,42,500 രൂപയാണ് 80% കമ്പനിക്ക് കൊടുക്കുന്ന പറഞ്ഞത്. നെറ്റ് അഡ്വാൻസ് എത്ര ഇപ്പൊ വന്നത്? 5,53,125 ആണ് ശരിക്കും 100% കൊടുക്കുകയാണെങ്കിൽ ഫാക്ടറി എസ് ലിമിറ്റഡിന് കൊടുക്കേണ്ടത്. ബട്ട് 80% കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് 80% എത്രയാണ്? 4,42,500. ഓക്കെ, 80% 4,42,500 ആണ് എന്ത്? അഡ്വാൻസ് ഫാക്ടറി എസ് ലിമിറ്റഡിന് കൊടുക്കുക. അപ്പൊ നോക്കടാ, ഈ 4,42,500 ഫസ്റ്റ് സൈക്കിളില് ഫാക്ടറി എസ് ലിമിറ്റഡ് കൊടുക്കുന്നത് 30 ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അല്ലേ? 30 ദിവസം കഴിഞ്ഞാൽ 6,25,000 ഫാക്ടറി കസ്റ്റമറിലേക്ക് കളക്ട് ചെയ്യും. ഇല്ലേ? അപ്പോ ഈ 4,42,500 എന്ന് പറഞ്ഞാല് 30 ദിവസത്തിന് ഫാക്ടറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇരുന്നിട്ട് 12% റിട്ടേൺ ജനറേറ്റ് ചെയ്യണ്ട. റിട്ടേൺ ഇല്ലാതെ ആവല്ലേ ഫാക്ടറിന്. അപ്പൊ ആ ഫാക്ടറി ആ റിട്ടേൺ ആരുടേക്ക് കളക്ട് ചെയ്യും? ഒബ്വിയസ്ലി എസ് ലിമിറ്റഡിലേക്ക് കളക്ട് ചെയ്യും. ഇപ്പൊ 4,42,500 ഇൻറ്റു 4,42,500 ഇൻറ്റു എത്ര ദിവസത്തിനാണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്? 30 ദിവസത്തിന്. അവിടെ 30 ദിവസം കഴിഞ്ഞാല് ഈ ഫാക്ടറി എസ് ലിമിറ്റഡിലേക്ക് 4,25,000 കളക്ട് ചെയ്യുമല്ലോ. ഈ 4,25,000-നെതിരായിട്ടല്ലേ ഈ 4,42,500 ഫാക്ടറി എസ് ലിമിറ്റഡിന് കൊടുക്കുന്നത്. 30/360 എത്ര ഇൻട്രസ്റ്റ് ആണ് നഷ്ടപ്പെടുന്നത്? ആർക്ക്? എത്ര ഇൻട്രസ്റ്റ് ആണ് നഷ്ടപ്പെടുന്നത് ഫാക്ടറിക്ക്? 12. അവിടെ ഫാക്ടറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 12 അല്ലേ പറയുന്നത്? 12%. അപ്പൊ എത്ര വരുന്നത്? ഒരു സൈക്കിളിനാട്ടത് 4,25,000 4,42,500 30/360 ഇൻറ്റു 12% എത്ര? 4,425 രൂപ. ഇതുണ്ടല്ലോടാ, ഇതിൽ നിന്ന് കുറയ്ക്കരുത്. നമ്മൾ ഇതുവരെ കുറച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിൽ നിന്ന് കുറക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് 80% കമ്പനിക്ക് കൊടുക്കുന്ന എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നെറ്റ് അഡ്വാൻസ് എത്ര? 5,53,125. അതിന്ന് 80% കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്ന് ഇത് കുറച്ചാൽ അപ്പൊ 80% കൊടുക്കണില്ല എന്നല്ലേ? ഇതിന്ന് കുറക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ സെപ്പറേറ്റ്ലി ആ ലാസ്റ്റ് വരയ്ക്കണ കോസ്റ്റിൽ കാണിക്കുക ചെയ്യാം. ഇത് പെർ സൈക്കിൾ ആണ്. ഇതിനെ ഇനി ഡ്യൂറിങ് ദി ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 30 ദിവസത്തിന് നമുക്കറിയാം 44,25 ബൈ 30 ഇൻറ്റു 360 ഇതാ പെർ ഇയർ എത്ര കിട്ടി? കോസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് കോസ്റ്റ് കിട്ടി. അത് നമുക്ക് ഇപ്പൊ തന്നെ എഴുതി വെച്ചൂടെ? എത്ര? 53,100. ഇത് 360 ദിവസത്തിന് ഇൻട്രസ്റ്റും ഇത് 30 ദിവസത്തിന് ഇൻട്രസ്റ്റും. 53,100 ഇത് സർവീസ് ചാർജ് എത്രയാണ്? 9,375 ബൈ 30 ഇൻറ്റു 360 എത്ര? 1,12,500. പിന്നെ റിസർവ് കോസ്റ്റ് വരെ നമ്മൾ ഓൾറെഡി കുറെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെയാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി. ഇനി ഒരു സംഭവം, ഇനി ഒരു അഡീഷണൽ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അഡീഷണൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ഓവർ ഡ്രാഫ്റ്റ് വഴി
ഫണ്ട് ഫൈനാൻസ് ചെയ്തിരുന്നു. ആര്? എസ് ലിമിറ്റഡ് ഫണ്ട്. ഫാക്ടറിങ് ഇല്ലാത്ത സമയത്ത് 60 ദിവസത്തിന് വിൽക്കുമ്പോൾ 60 ദിവസത്തിന് ഫണ്ട് ഉണ്ടായിരിക്കില്ലല്ലോ ആരുടെ കയ്യിൽ? എസ് ലിമിറ്റഡ് കയ്യില്. അപ്പൊ ആ 60 ദിവസത്തിന് വേണ്ടിയിട്ട് ആ ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നു എടുത്തിരുന്നത്. ഏഹ് ഇപ്പൊ ഉണ്ടല്ലോടാ 75,00,000 ഡ്യൂറിങ് ദ ഇയർ ക്രെഡിറ്റ് സെയിലില് എന്നും 60 ഡേയ്സിന്റെ ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കല്ലേ ചെയ്യാ. എന്ന് വെച്ചുകഴിഞ്ഞാല് 75,00,000 ഇൻടു 60/360 12,50,000 രൂപ ഡ്യൂറിങ് ദി ഇയർ എപ്പോഴും ബ്ലോക്ക്ഡ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഈ 12,50,000 രൂപ എല്ലാ ഡ്യൂറിങ് ദി ഇയർ ഏത് പോയിന്റ് ഓഫ് ടൈമിലും ഡെറ്ററിൽ കിടക്കുമ്പോൾ ഡെറ്ററിൽ ഒരു ബ്ലോക്കായി കിടക്കുകയാണ്. ഡെറ്ററിൽ കിടക്കുന്നുണ്ട്, അസറ്റായി കിടക്കുന്നു, എന്റെ കയ്യിൽ പൈസ ഇല്ല താനും ഡ്യൂറിങ് ദി ഇയർ ഏത് പോയിന്റ് ഓഫ് വ്യൂല്. അപ്പോ ഡ്യൂറിങ് ദി ഇയർ ഇന്ന് ഞാൻ വിറ്റാല് 60 ദിവസം കഴിഞ്ഞാലേ എനിക്ക് കിട്ടത്തുള്ളൂ. ഫാക്ടറിങ്ങിന്റെ മുന്നത്തെ സിനാരിയോട്ടാ പറഞ്ഞത്. അപ്പോ ഈ 60 ദിവസത്തിന് എനിക്ക് ഫണ്ട് വേണ്ടേ? അപ്പൊ ആ ഫണ്ടിന് വേണ്ടിയിട്ട് ഈ ബ്ലോക്കായി കിടക്കുന്നത് എത്രയാണ്? 12,50,000 അത് ഞാൻ എന്ത് ചെയ്യും? ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോ ഡ്യൂറിങ് ദി ഇയർ ഞാൻ അങ്ങനെ ഫുൾ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോ എത്രയാണ് ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ്? 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,25,000 ആയിരുന്നു എനിക്ക് ഫാക്ടറിങ്ങിന് മുന്നേ എന്ത് ഇൻട്രസ്റ്റ് വന്നിരുന്നത്. ബട്ട് ഇപ്പൊ ഫാക്ടറിങ് വന്നതിന് ശേഷം കുറച്ച് എമൗണ്ട് എനിക്ക് ഫാക്ടറിങ് വഴി കിട്ടുന്നുണ്ട്. ഇപ്പൊ 4,42,500 എനിക്ക് എന്ത് ഫാക്ടറിങ് വഴി കിട്ടുന്നുണ്ട്. ഇപ്പോ ഇത് പെർ ഇയർ ആട്ടാ. ഇത് പെർ ഇയർ ആണ് 1,25,000. ഇപ്പൊ ഫാക്ടറിങ് വഴി ഒരു സൈക്കിളിന് എനിക്ക് 4,42,500 കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു സൈക്കിൾ എനിക്ക് കിട്ടേണ്ടത് എത്രയായിരുന്നു? 6,25,000 ആയിരുന്നു. അപ്പൊ എനിക്കിവിടെ ഇപ്പൊ ഷോർട്ടേജ് എത്രയാണ്? പണ്ട്ന്ന് പറഞ്ഞാല് എനിക്ക് 6,00,000 ലൈക്ക് അല്ലെങ്കിൽ 12,00,000 ഒരു ഇവിടെ 60 ഡേയ്സ് ആണ്, ഇവിടെ 30 ഡേയ്സ് ആണ്. വ്യത്യാസമുണ്ട്. 60 ഡേയ്സിന് ബ്ലോക്കായി നമ്മള് നമ്പർ ഓഫ് ഡേയ്സ് കൂടുമ്പോ ക്രെഡിറ്റ് പീരീഡിന്റെ ഡേയ്സ് കൂടുമ്പോ ബ്ലോക്കായി കിടക്കുന്ന എമൗണ്ടും മാറ്റം വരും ഇല്ലേ? 60 ഡേയ്സ് ഹൈ ഡേയ്സ് ആണ് ബ്ലോക്കായി കിടക്കുന്നത്. അപ്പൊ ഹൈ എമൗണ്ട് ആയി. ഇവിടെ ലോ ഡേ ആണ്, അതുകൊണ്ട് ലോ എമൗണ്ട് ആയി ബ്ലോക്കായി കിടക്കുന്നത്. ഇവിടെ 6,25,000 ബ്ലോക്കായി കിടക്കുന്നുണ്ട്. എനിക്ക് 4,42,500 കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ഡെഫിഷ്യൻസി വരുന്നത് എത്രയാണ്? 4,30,000 ദിവസം ക്രെഡിറ്റ് പീരീഡിൽ 6,25,000 ബ്ലോക്കായി കിടക്കുമ്പോ എനിക്ക് കിട്ടുന്നത് 4,42,500. അപ്പൊ ഇവിടെ ഞാന് ഓവർ ഡ്രാഫ്റ്റ് മുന്നേ 12,50,000 ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 12,00,000 എടുക്കേണ്ട ആവശ്യമില്ല. 1,82,500 ഞാൻ ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഡ്യൂറിങ് ദ ഇയറില്. അപ്പൊ ഇതിന്റെ മേലെ ഞാൻ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് എത്ര വരും? 18,250 വരും അല്ലേ? പണ്ട് ഞാന് ഫാക്ടറിങ്ങിന് മുന്നേ എന്റെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ ഫൈനാൻസ് എടുക്കുമ്പോൾ 1,25,000 ഇൻട്രസ്റ്റ് വന്നിരുന്നു. ഇപ്പാണെങ്കിലോ 18,250 വരുന്നുള്ളൂ. അപ്പോ ഇവിടെ സേവിങ്സ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര വരുന്നത്? 1,25,000 മൈനസ് 18,250 1,06,750 സേവിങ്സ് ഇൻ ഇൻട്രസ്റ്റ് അല്ലടാ. കോസ്റ്റ് ഓഫ് കെയറിങ് നെറ്റ് സേവിങ്സ് ഇൻ ഫാക്ടറിങ് വന്നത് കൊണ്ട് എനിക്കിപ്പോ ഓവർ ഡ്രാഫ്റ്റ് 1,82,500 എടുത്താൽ മതി. ഫാക്ടറിങ് ഇല്ലാതിരുന്നപ്പോ ഞാൻ 12,50,000 എടുത്തായിരുന്നു ഡ്യൂറിങ് ദി ഇയർ. എന്നാ ഇപ്പൊ എനിക്ക് ഡ്യൂറിങ് ദി ഇയർ 1,82,500 ബ്ലോക്കായി കിടക്കണുള്ളൂ. അപ്പൊ 1,82,500 എടുത്താൽ മതി. എന്ത്? ഡ്യൂറിങ് ദി ഇയർ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന്. ഓക്കെ ആണാ? ആ അപ്പൊ നെറ്റ് സേവിങ്സ് അത് ഇത് ഫാക്ടറിങ് കാരണല്ലേ ഈ സേവിങ്സ് ഉണ്ടായത്. അപ്പൊ ആ സേവിങ്സ് എത്ര വരും? 1,25,000 നമ്മൾ എഴുതിയോളൂ. 106, 750. അപ്പോ ആഫ്റ്റർ ഇഫക്റ്റ് എത്ര? 37,500 സേവിങ്സ്, 45,000 സേവിങ്സ്, 106, 750 സേവിങ്സ്, 112,500 കോസ്റ്റ്, 53,100 കോസ്റ്റ്, 23,650 എന്തായി? നെറ്റ് ബെനിഫിറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ഫാക്ടറിങ് സേവ് ചെയ്യാം. ഇതിൽ ആകെ അഡീഷണലി വരുന്നത് ഈ ഓവർ ഡ്രാഫ്റ്റിന്റെ പോയിന്റ് ആണ്. ഞാൻ ഈ ഓവർ ഡ്രാഫ്റ്റിന്റെ പോയിന്റ് ഒന്നുകൂടി പറയാം. നമുക്ക് ഡ്യൂറിങ് ദി ഇയർ ഫാക്ടറിങ് വരുന്നതിന്റെ മുന്നേ 75,00,000 എന്തുണ്ടായിരുന്നു? സെയിൽ ഉണ്ടായിരുന്നു. അപ്പോ ഡ്യൂറിങ് ദി ഇയർ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിൽ നോക്കിയാലും 60 ദിവസത്തിന്റെ എന്താ ബ്ലോക്കായി കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വിറ്റതിൽ 60 ദിവസമാണ് എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ 60 ദിവസത്തിന് ബ്ലോക്കായി കിടക്കുന്ന ഡ്യൂറിങ് ദി ഇയർ 12,50,000 ആണ്. അപ്പൊ ഞാന് ഈ ബ്ലോക്കായി കിടക്കുന്ന എമൗണ്ടിന് വേണ്ടിയിട്ട് എന്നുവെച്ചുകഴിഞ്ഞാല് ഡെറ്ററിൽ കിടക്കുകയാണ്. എനിക്ക് ബിസിനസ് നടത്താനേ പൈസ ഇല്ല. ഡെറ്ററിൽ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ബിസിനസ് നടത്തണം. ഡെറ്റർ 60 ദിവസം കഴിഞ്ഞിട്ട് തരുള്ളൂ എന്ന് കരുതിയിട്ട് 60 ദിവസം എനിക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. വേജസ് സാലറി കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. ഫാക്ടറിന് മുന്നേ ഞാൻ ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് 12,50,000 ആയിരുന്നു. ഫാക്ടറിങ് വന്നപ്പോൾ
എന്റെ ക്രെഡിറ്റ് പീരിയഡ് മാറി. ക്രെഡിറ്റ് പീരിയഡ് മാറിയപ്പോൾ എന്റെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടും മാറി. ഇപ്പോ 30 ദിവസത്തിനാണ് എന്ത് ബ്ലോക്കായി കിടക്കണുള്ളൂ. 30 ദിവസത്തിന് ബ്ലോക്കായി കിടക്കുന്നത് എത്ര 6,25,000 ആണ്. പക്ഷേ ആ ബ്ലോക്കായി കിടക്കണേല് 4,42,500 ആര് തരുന്നുണ്ട്? 80% ആര് തരുന്നുണ്ട്? അവരുടെ കമ്മീഷനൊക്കെ കഴിച്ച് 80% ആര് തരുന്നുണ്ട്? ഫാക്ടറി തരുന്നുണ്ട്. അപ്പോ അഡീഷണലി ബ്ലോക്കായി കിടക്കുന്ന ഡ്യൂറിങ് ദി ഇയർ എത്ര ഉള്ളോ? 1,82,500 ഉള്ളോ? അപ്പൊ അതിന്റെ മാത്രം എന്ത് ഞാൻ ഒബ്റ്റെയിൻ ചെയ്താ മതി? ആം, ഓവർഡ്രാഫ്റ്റ് ഒബ്റ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ 1,82,500 ഓവർഡ്രാഫ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ ആ ഓവർഡ്രാഫ്റ്റിന്റെ മേലെ ഇൻട്രസ്റ്റ് എത്ര വരാ? 10%. പണ്ട് 12,50,000 ഓവർഡ്രാഫ്റ്റ് ഒബ്റ്റെയിൻ ചെയ്ത് 1,25,000 ഇൻട്രസ്റ്റ് ഇൻകർ ചെയ്തിരുന്ന ഞാന് ഇപ്പൊ ഓവർഡ്രാഫ്റ്റ് 1,82,500 ഒബ്റ്റെയിൻ ചെയ്തിട്ട് 18,250 ഇൻട്രസ്റ്റ് ഇൻകർ ചെയ്താൽ മതി. 1,25,000 ഇൻട്രസ്റ്റിൽ നിന്ന് 18,250 ഇൻട്രസ്റ്റിലോട്ടായി. സേവിങ്സ് എത്ര വന്നു? 1,06,750 രൂപ സേവിങ്സ് വന്നു. ഓക്കെ. ഈ ഒരു പോയിന്റാണ് അഡീഷണലി പറഞ്ഞത്. നല്ല ക്വസ്റ്റ്യനാട്ടോ. ഇതൊക്കെ എക്സാമിന് വന്നു കഴിയുന്നുണ്ടെങ്കിൽ ഒരു വട്ടം ചെയ്യാത്ത ആൾക്ക് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഫോക്കസ് ചെയ്ത് ചെയ്യാ. ആ മനസ്സിലായി വിചാരിക്കണു. ബാക്കിയുള്ള ഈ ഓവർഡ്രാഫ്റ്റ് ഒഴികെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങക്ക് മനസ്സിലാവണാണ്. ഇപ്പൊ ഇതില് ഇനി നിങ്ങക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഇപ്പൊ എന്താണ്? ഇപ്പൊ ചെലവർക്കൊരു ഡൗട്ട് ഉണ്ടായേക്കാം എന്ത്? സാർ ഇത് 30 ദിവസത്തിനല്ലേ 6,25,000 അല്ലാതെ ഒരു കൊല്ലത്തിനല്ലല്ലോ 6,25,000 ബ്ലോക്കായി കിടക്കണതെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓൾറെഡി ചിലർക്ക് അറിയണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് പറയാണ്. ഇന്ന് ഞാൻ സെയിൽ നടത്തി. ഏഹ് 30 ദിവസം ഇപ്പൊ പുതിയ ഫാക്ടറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉള്ള സിനാരിയോയില് പറയണത്. 30 ദിവസം കഴിഞ്ഞാലാണ് ഇന്ന് ഞാൻ നടത്തിയ സെയിൽ എനിക്ക് കിട്ടാ. ഇപ്പോ 6,25,000 30 ദിവസത്തിന്റെ സെയിലാണ്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം പെർ ഡേ സെയിൽ എത്രയാണ്? 6,25,000 ബൈ 30 എത്ര? ഓഹ് 20,833. അപ്പൊ ഡേ 1ല് സെയില് 20,833 നടന്നു. ഈക്വൽ ആയിട്ട് നടന്നു നമുക്ക് അസ്യൂം ചെയ്യാം. എല്ലാത്തിലും അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യാ. 20,833 നടന്നു. ഡേ 3ല് 20,833 സെയിൽ നടന്നു. ഡേ 4ല് 20,833 സെയിൽ നടന്നു. 20,800 അയ്യോ! 2,00,000 ആയാ? ഓക്കെ. ഒരു മിനിറ്റ്. 20,833 ഞാൻ എങ്ങനെയാണ് ഡ്യൂറിങ് ദി ഇയർ 6,25,000 എന്നെ ബ്ലോക്കായി കിടക്കണതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറയണതാണിത്. ഡേ 2ല് 20,833 ഡേ 3ല് 20,833 ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. ഡേ 30ലും 20,833 ഡേ 1ൽ നടന്ന സെയില് ഡേ 31ൽ എന്തായി? റിക്കവർ ചെയ്തു. കാരണം 30 ആണ് എന്ത് ക്രെഡിറ്റ് പീരിയഡ്. ഡേ 2ലുള്ളത് ഡേ 32ല് കിട്ടി. അപ്പൊ നോക്ക് ഡേ 1 തൊട്ട് ഡേ 30 വരെ ഉള്ളതാണ് എന്ത് ബ്ലോക്കായി കിടക്കുന്നത്. ഡേ 31ല് ഇപ്പൊ ഡേ 30ല് 6,75,000 ആയിരിക്കും എന്ത് ഡെറ്റർ. ഉം. സോറി 6,25,000 ഡെറ്റർ. എങ്ങനെയാണ് ഡേ 1 തൊട്ട് ഡേ 30 വരെയുള്ള ഇതിന്റെ ടോട്ടൽ എടുത്താൽ 6,25,000 വരാ. ഡേ 31ല് നോക്കി നോക്ക് 6,25,000 തന്നെ ഡെറ്റർ വരാ. എങ്ങനെ? ഡേ 31ത്തെ ക്രെഡിറ്റ് സെയിലും എന്നാ ഡേ 1ത്തെ ക്രെഡിറ്റ് സെയിലും ഇവിടെ നില്ലായി. ഡേ 32ലും 6,25,000 തന്നെ ഡെറ്റർ ആയിട്ട് വരാ. എങ്ങനെയാണ് 6,25,000 വീണ്ടും ഡെറ്റർ ആയി വന്നത്? ഡേ 2ൽത്തെ ഇവിടെ റെഡ്യൂസ് ആയി. എന്നാ ഡേ 32ൽത്തെ സെയിൽ ആഡ് ആയി. അപ്പൊ 6,25,000 ഓരോ ഡേയിലും 20,833 സെയിലുള്ള അസംഷനിൽ ഇട്ടാ. പ്രാക്ടിക്കലി നോക്കണ്ട. ഈ പ്രോബ്ലം ഈ ഒരു അസംഷനിലാണ് ചെയ്യുന്നത്. അപ്പോ ഡ്യൂറിങ് ദി ഇയർ എപ്പോഴും ബ്ലോക്കായി കിടക്കുന്നത് എത്രയാണ്? 6,25,000 ആണ്. അപ്പോ അതുപോലെ തന്നെ ഇവിടെ 12,50,000 ആണ് ഫാക്ടറിന് മുന്നേ ബ്ലോക്കായി കിടന്നത് ഡ്യൂറിങ് ദി ഇയർ. ക ഫർദർ ഫാക്ടറിങ്ങിൽ ബ്ലോക്കായി കിടക്കുന്നത് 4,25,000 ആണ്. അപ്പോ 4,25,000 4,42,500 ഫാക്ടറിക്കാര് തരുമ്പോൾ 1,82,500 ആണ് എന്ത് ബ്ലോക്കായി കിടക്കണുള്ളൂ. ഇവിടെ ആരും ഒന്നും തരാനില്ലാത്തോണ്ട് 12,50,000 ബ്ലോക്കായി കിടക്കണ്ടായിരുന്നു. അപ്പൊ ബ്ലോക്കായി കിടക്കുന്ന എമൗണ്ടിനെ നോക്കടാ. ഇപ്പൊ ഡേ 1 തൊട്ടിട്ട് ഡേ 30 വരെയുള്ള സെയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. എനിക്ക് പൈസ കിട്ടുന്നില്ല. പൈസ കിട്ടാതാവുമ്പോ എനിക്ക് ഫർദർ ബിസിനസ് നടത്താൻ പൈസ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കസ്റ്റമറിനെ പിണക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ലോൺ എടുക്കും. ഇപ്പൊ നോക്കി നോക്ക് ഡേ 1 തൊട്ടിട്ട് 20,833 ഇങ്ങനെ നടക്കുന്നുണ്ട്. ഡേ 2ല് 20,833 ഡേ 3ല് 20,833 അങ്ങനെ നടന്ന് ഡേ 365ലും 20,833 നടന്നു കഴിഞ്ഞാൽ ഡ്യൂറിങ് ദിയർ സെയിൽ എത്രയായി? 365 എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക് 7 ലാക്ക് 20,833 20,833.3333 ഇൻറ്റു 360 അടിക്ക്.
എത്ര 7,50,000 ആയി ടോട്ടല്. ഇതല്ലേ അല്ല സോറി 75,00,000 75,00,000 ആയി ടോട്ടല്. ഇതല്ലേ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. ഇതില് നോക്ക് 30 ഡേയ്സ് ആണ് എന്ത് ബ്ലോക്കായി കിടക്കണത്. അപ്പൊ ബ്ലോക്കായി കിടക്കണ എമൗണ്ട് അല്ലേ നമ്മളെന്ത് ചെയ്യാ ഓവർഡ്രാഫ്റ്റ് എടുക്കുക. ഇപ്പൊ 75,00,000 30 ദിവസത്തിന്റെ ബ്ലോക്കായി കിടക്കണ എത്രയാണ്? 75,00,000 ഇൻറ്റു 30/360 6,25,000 30 ദിവസത്തിന് ബ്ലോക്കായി കിടക്കണത്. ഇതാണ് ഞാന് ഓവർഡ്രാഫ്റ്റിന്ന് എടുക്കുക. ഇത് ഞാൻ എടുക്കണത് ഡ്യൂറിങ് ദ ഇയർ ഫുള്ള് ഞാന് ഈ ഓവർഡ്രാഫ്റ്റ് യൂസ് ചെയ്യും. കാരണം ഡേ 1 തൊട്ടിട്ട് ഡേ 30 വരെ 20,833 ബ്ലോക്കായി കിടക്കാണ്. ഡേ 31ലും ഡേ 1 തൊട്ട് ഡേ 30 വരെ 28,333 ലോക്കായി കിടക്കാന്ന് പറഞ്ഞാല് എന്താണ് 6,25,000 ബ്ലോക്കായി കിടക്കണൂന്നാ. ഡേ 31ലും 6,25,000 ബ്ലോക്കായി കിടക്കണൂന്നാ. ഡേ 365 വരെ 6,25,000 എന്താണ് ബ്ലോക്കായി കിടക്കാണ്. ബ്ലോക്കായി കിടക്കുന്ന എമൗണ്ട് അല്ലേ എനിക്ക് ഫർദർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ ആവശ്യം വരാ. അപ്പൊ 6,25,000 ഞാൻ ഓവർഡ്രാഫ്റ്റ് എടുക്കും. അത് ബാങ്കിൽ നിന്നാണ് എടുക്കുക. ഡ്യൂറിങ് ദി ഇയർ ഫുൾ 6,25,000 യൂസ് ചെയ്യുന്നോണ്ട് 10% നേരെ അപ്ലൈ ചെയ്യും. ലൈക്ക് ഇതില് നമുക്ക് ഇത് ഓർക്കണം കേട്ടാ. ലൈക്ക് ഫാക്ടർ ഓൾറെഡി 4,42,500 തരുന്നുണ്ടല്ലോ. ആ തരുന്നത് കൊണ്ട് 6,25,000 ബ്ലോക്കായി കിടക്കത്തില്ല. 4,42,500 നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് എന്ത് ബ്ലോക്കായി കിടക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,82,500. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുക ഡ്യൂറിങ് ദി ഇയർ ഞാൻ ഫുള്ള് ഓവർഡ്രാഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ 10% എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല, മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡെപ്റ്റേഴ്സ് മാനേജ്മെന്റിൽ നോക്കാം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടാ. ഇതൊക്കെ നന്നായി പഠിച്ചോട്ടെ. കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എക്സാമിന് എഴുതാം. ബട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നല്ല പഠിക്കും. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. വായിക്കുമ്പോൾ മനസ്സിലാവും. വായിക്കുമ്പോൾ മനസ്സിലാവില്ല, ആൻസർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ ഓക്കെ, നോക്കല്ലേ? ഓക്കെ, എൻ ലിമിറ്റഡ് വാണ്ട്സ് ടു അവൈൽ ഷോർട്ട് ടേം ലോൺ ഫ്രം ദ ബാങ്ക്. ലോൺ വേണം. However, the bank guarantees short-term loan by keeping collateral in the form of accounts receivable. നോർമലി ലോങ് ടേം അസറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ വീട് ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ലോൺ എടുക്കുക. ബട്ട് ഇവര് ഡെപ്റ്റേഴ്സിന് വെച്ചിട്ടാണ് ലോൺ എടുക്കുന്നത്. ബാങ്ക് ഈസ് അനലൈസിങ് ദ റിസീവേഴ്സ്. അപ്പോൾ ഒബ്വിയസ്ലി ഗുഡ് ഡെറ്റ് ആണോ ഡെറ്റർമാര് തിരിച്ചടക്കുന്ന ഡെറ്റർമാരാണോ എന്ന് ബാങ്കുകാർ നോക്കും. കാരണം അത്ര നല്ല ഡെറ്റർമാരാണെങ്കിലാണ് അതിന്റെ ബേസിസിൽ ലോണ് ലിമിറ്റഡിന് ബാങ്ക് കൊടുക്കുള്ളൂ. സ്വാഭാവികം. ദ കറന്റ് പോളിസി ഓഫ് ദ കമ്പനി ഈസ് 3/10 നെറ്റ് ഓഫ് 40. ശരിയാല് 10% സോറി 10 ഡേയ്സിനുള്ളിൽ കസ്റ്റമേഴ്സ് പേ ചെയ്യണമെങ്കിൽ 3% ഡിസ്കൗണ്ട് ലിമിറ്റഡ് കൊടുക്കും കസ്റ്റമേഴ്സിന്. ലിമിറ്റഡ് കസ്റ്റമേഴ്സിന് കേട്ടോ. ബാങ്ക് വിൽ ലോൺ ഓൺലി ടു ദി എക്സ്റ്റെന്റ് ഓഫ് 90% ഓഫ് ആക്സെപ്റ്റബിൾ റിസീവേബിൾസ് അറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12%. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50,000 രൂപയുടെ ഡെറ്റർ ആണെങ്കിൽ 50,000ന്റെ 90%, 50,000 രൂപ ബാങ്ക് ലിമിറ്റഡ് കൊടുക്കില്ല. 50,000ന്റെ 90% കൊടുക്കത്തുള്ളൂ. അതും 12% ഇൻട്രസ്റ്റ് റേറ്റിലാണ് കൊടുക്കുക. കമ്പനി എപ്പോൾ റീപേ ചെയ്യണു അപ്പോൾ അതുവരെ 12% ബാങ്ക് ലിമിറ്റഡ് കയ്യിൽ നിന്ന് റീചാർജ് ചെയ്യും. ചാർജ് ചെയ്യും. ഓക്കെ, കളക്ട് ചെയ്യും ബാങ്ക് ലിമിറ്റഡ് കയ്യിൽ നിന്ന്. ഓൺലി ഇഫ് ബോത്ത് കണ്ടീഷൻ മെൻഷൻഡ് ബിലോ ആർ ഫുൾഫിൽഡ്. ഓക്കെ 90% കൊടുക്കണമെങ്കിൽ പോലും എന്തോ 2 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. ബാങ്ക് പറയുന്ന 2 കണ്ടീഷൻ ലിമിറ്റഡ് ഫുൾഫിൽ ചെയ്യണം. ബാങ്ക് വിൽ കീപ്പ് എ റിസർവ് ഓഫ് 5% ക്യാഷ്. ഓക്കെ 50,000 ഡെറ്റർ ഉണ്ടെങ്കിൽ 50,000ന്റെ 5% ഡിഡക്ട് ചെയ്തിട്ട് 47,500 ഉണ്ടല്ലോ. 50,000 എക്സാമ്പിൾ പറഞ്ഞാട്ടാ. 47,500ന്റെ എത്ര 90% ആണ് കൊടുക്കുള്ളൂ ബാങ്ക്. അതും പ്രൊവൈഡഡ് ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണം. ഓക്കെ, കസ്റ്റമേഴ്സ് ആർ നോട്ട് കറന്റ്ലി ഓവർ ഡ്യൂ ഫ്രം ദ മോർ ദാൻ 5 ഡേയ്സ്. എന്ന് വെച്ചാൽ കറന്റ്ലി ഇപ്പോൾ ഒരു ഡെറ്റർ ഇപ്പൊ നോക്ക് ഡെറ്റർ 1 കറന്റ്ലി ഇപ്പൊ ലാസ്റ്റ് എന്താ ഇൻവോയ്സ് ചെയ്തിട്ടുള്ള 50,000 രൂപക്കാണ്. കറന്റ്ലി ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിൽക്കുന്ന എത്ര 37 ഡേയ്സിനാണ്. കസ്റ്റമേഴ്സ് ആർ നോട്ട് കറന്റ്ലി ഓവർ ഡ്യൂ ഫ്രം മോർ ദാൻ 5 ഡേയ്സ് ടു ദ നെറ്റ് പീരീഡ്. ഇവിടെ ഇവിടെ ഉണ്ടല്ലോടാ. അപ്പൊ നോർമൽ പീരിയഡ് നെറ്റ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നെറ്റ് 40 എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്കൗണ്ട് യൂസ് ചെയ്യാത്ത ഒരു 40 ഡേയ്സിനുള്ളിലാണല്ലോ പേ ചെയ്യേണ്ടത്. അപ്പൊ 40 ഡേയ്സ് കഴിഞ്ഞാലാണ് എന്ത് ഓവർ ഡ്യൂ ആവുക. അപ്പോൾ ബാങ്ക് പറയണത് ഇവിടെ 5 ദിവസത്തിൽ കൂടുതൽ ഓവർ ഡ്യൂ ആവരുത്. ഓവർ ഡ്യൂ ആവണമെങ്കിൽ 40 ദിവസം കഴിയണം. 5 ദിവസത്തിൽ ഓവർ ഡ്യൂ ആവരുത് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഇവിടെ പറഞ്ഞത് വെച്ചാൽ 45 ദിവസത്തിന് കൂടുതൽ കറന്റ്ലി എന്താണ് കസ്റ്റമർ ഔട്ട്സ്റ്റാൻഡിംഗ് ആവരുത്. ഇപ്പോൾ ഇവിടെ നോക്കി ഡെറ്റർ 1ന്റെ കേസിൽ
അയാളിപ്പോ ലാസ്റ്റ് അയാള് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെറ്റർ 1ന് സെയിൽ ചെയ്തിട്ടുള്ള 50,000 രൂപയാണ്. ആ 50,000 രൂപ ഔട്ട്‌സ്റ്റാൻഡിങ് ആയി നിൽക്കുന്നത് എത്ര 37 ദിവസമായിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് 40 + 5 45 ദിവസത്തിന് താഴെയല്ലേ. അപ്പൊ ഇതിന്റെ 90% കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ആവറേജ് ഏജിങ് അത് മാത്രം സാറ്റിസ്ഫൈഡ് ആയാൽ പോര. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആവണം. ആവറേജ് ഏജിങ് പേയ്മെന്റ് പീരിയഡ് വെച്ചാല് ഓൺ ആൻ ആവറേജ് ഇപ്പൊ ഇവിടെന്ന് ഈ 37 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻവോയ്സിന്റെ ബേസിസിൽ എത്ര ഡേയ്സ് ഔട്ട്‌സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കണു ഡെറ്റർ 1 അതാണ്. ഈ ആവറേജ് ഏജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ഡെറ്റർ 1ന്റെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് ഓൺ ആൻ ആവറേജ് അയാൾ എത്ര സമയം എടുക്കാറുണ്ട്. ഏഹ് ആ ആവറേജ് ഡേയ്സ് എത്ര കൂടരുതെന്നാ പറയുന്നത്. ഷുഡ് നോട്ട് എക്സീഡ് 15 ഡേയ്സ് പാസ്റ്റ് നെറ്റ് പീരിയഡ്. 40 + 15 ദിവസം എന്ന് വെച്ചാൽ 55 ദിവസം എക്സീഡ് ചെയ്യരുതെന്ന്. ഇവിടെ നോക്ക് 40, 55 ദിവസം എക്സീഡ് ചെയ്തിട്ടില്ല. 37, 45 ദിവസം എക്സീഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഈ ബാങ്കുകാര് 2 കണ്ടീഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് കറന്റ് ഇൻവോയ്സ് 40+5 45 ഡേയ്സ് എക്സീഡ് ചെയ്യരുത്. ഔട്ട്‌സ്റ്റാൻഡിങ് ആവരുത്. ആവറേജ് ലൈക്ക് ഓൺ ആൻ ആവറേജ് അവര് നോർമലി അടക്കാറുള്ളതിന്റെ ലൈക്ക് ഇതുവരെ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് ഓൺ ആൻ ആവറേജ് 40 ദിവസമാണ് അവർ എടുക്കാറ് ഡെപ്റ്റർ 1. അത് 40+15 55 ദിവസം എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഡെപ്റ്റർ 1 കേസ് ആണെങ്കിൽ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പൊ 50,000ന്റെ 50,000ന്റെ 5% റിസർവ് ബാങ്ക് കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള 47,500ന്റെ 90% ലോൺ കൊടുക്കും. ഓക്കെ. ഇഫ് എനി ഓഫ് ദ കണ്ടീഷൻ ആർ നോട്ട് ഫുൾഫിൽഡ് ഓക്കെ. ഇനി ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്തില്ലെങ്കിലോ 65% കൊടുക്കുള്ളൂ. 90% കൊടുക്കത്തില്ല. അതും 15% റിസർവ് കീപ്പ് ചെയ്തിട്ട്. നേരത്തെ 5% റിസർവ് കാരണം റിസ്ക് കൂടുതലല്ലേടാ. കൂടുതൽ ഡേയ്സ് ഔട്ട്‌സ്റ്റാൻഡിങ് നിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലാകുമ്പോൾ അവര് കുറവ് എമൗണ്ടേ കൊടുക്കുള്ളൂ ആ ഡെറ്റർക്ക്. ഇവിടെ 5% റിസർവ് വെച്ചാ ഇവിടെ 15% റിസർവ് വെച്ച് ബാക്കിയുള്ളതിന്റെ 65% കൊടുക്കുള്ളൂ. അതും 15% ഇൻട്രസ്റ്റ് കണ്ടോ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി. കോർപ്പറേറ്റ് ടാക്സ് 25% ആണ്. അത് ഈ ഇൻട്രസ്റ്റിൽ ഡിഡക്ട് ചെയ്യാനായിരിക്കും. ഓക്കെ. ഓൺ സ്ക്രൂട്ടിനി ഓഫ് ഓൾ റിസീവബിൾസ് ഫോളോയിങ് ആർ ആക്സെപ്റ്റബിൾ എന്ന് വെച്ചാല് എൻ ലിമിറ്റഡിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് നോക്കിയപ്പോ ഇവര് ഈ ഡെറ്റർമാർക്ക് മാത്രമേ തരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാങ്ക്. അപ്പൊ ഈ ഡെറ്ററിൽ വേണം നമ്മള് ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാൻ. യു കാൽക്കുലേറ്റ് ടോട്ടൽ എമൗണ്ട് ലെൻഡ് ബൈ ദ ബാങ്ക്. ഓക്കെ. ഇവിടെ ഉണ്ടല്ലോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡെറ്റർമാർ ആരൊക്കെ നോക്കാം. ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ലൈക്ക് ഏതെങ്കിലും ഇഫ് എനി ഓഫ് ദ അബോവ് കണ്ടീഷൻസ് ആർ നോട്ട് ഫുൾഫിൽഡ് എന്നാ പറഞ്ഞത്. അപ്പൊ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഡെറ്ററിനെ ആദ്യം നോക്കാം. 2 കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഇത് 45 ഡേയ്സിൽ കൂടരുത്. ഇത് 55 ഡേയ്സിൽ കൂടരുത്. അല്ലേ? എങ്ങനെ 45 വന്നത്? 40+5ഉം 40+15ഉം ഓൾറെഡി പറഞ്ഞു. ഓക്കെ. ഏഹ് ഓക്കെ അല്ലേ? നോക്കാം. ഏഹ് ഇത് ഓക്കെയാണ്. 45 ഡേയ്സില് ഇത് പ്രശ്നല്ലേ? ഡെറ്റർ 3 പ്രശ്നല്ലേ? ഇത് കുഴപ്പല്ല. ഇത് കുഴപ്പല്ല. ഇത് കുഴപ്പല്ല. ഇത് പ്രശ്നാണ്. ഇത് കുഴപ്പല്ല. ഇത് കുഴപ്പല്ല. ഇത് കുഴപ്പല്ല. 55 ഡേയ്സ് നോക്കുകയാണെങ്കില് ആഹ് ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയല്ല. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയല്ല. അപ്പോ ഡെറ്റർ 3 ഏഹ് എത്ര 65% കൊടുക്കുള്ളൂ ബാങ്ക്. അതുപോലെ തന്നെ ഡെറ്റർ 7 ഏതേലും ഒരെണ്ണം വയലേറ്റ് ചെയ്താൽ മതി. ഡെറ്റർ 4 ഏഹ് പിന്നെ ഡെറ്റർ 10 അല്ല ഇപ്പൊ ഇവരുടെയൊക്കെന്ന് കിട്ടാനുള്ള എമൗണ്ടിന്റെയൊക്കെന്ന് ഇതിന്റെയൊക്കെ കിട്ടാനുള്ള എമൗണ്ടിന്റെ 65% അതും 5% സോറി 15% റിസർവ് കീപ്പ് ചെയ്തിട്ടുള്ളതാണ് ബാങ്ക് അൺലിമിറ്റഡിന് കൊടുക്കുള്ളൂ. നല്ല ക്വസ്റ്റ്യനാട്ടാ. ഇതെന്തായാലും നോക്കിക്കോ ഇങ്ങള്. ഏഹ് ഓക്കെ. ഉം. ആഹ് ഓക്കെ നോക്കാം. ഇപ്പൊ നോക്ക് 50,000 അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 90%ന്റെ സിനാരിയോ ഫുൾഫിൽ ചെയ്യണത് ഏതൊക്കെ നോക്കാം. ഞാൻ പറയുമ്പോ ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് കാട്ടിയെന്നുള്ളൂ. പിന്നെ നിങ്ങൾ ആൻസർ ആയിട്ട് പ്രസന്റേഷൻ ആൻസർ നോക്കിയാൽ മതി. നോക്ക് 50,000 90% അഡ്വാൻസ് കിട്ടുന്നത് അൺലിമിറ്റഡിന് 50,000ത്തിന് കിട്ടില്ലേ? കാരണം 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയോണ്ട് 50,000 പ്ലസ്
25,000 കിട്ടത്തില്ലേ? എന്ന് വെച്ചാ ഈ വട്ടിടാത്തത് എല്ലാതും കിട്ടും. 50,000 പ്ലസ് 25,000 പ്ലസ് 45,000 പ്ലസ് 1,75,000 പ്ലസ് 54,000 പ്ലസ് 1,05,000 ഏഹ് 90% കിട്ടാൻ ഹെൽപ്ഫുൾ ആവണത് 4,54,000 65% കിട്ടാൻ എലിജിബിൾ ആവണത് ആഹ് എത്ര ഈ വട്ടട്ട എമൗണ്ട് 1,20,000 72,000 19,000 37,000 2,48,000 ഓക്കെ അല്ലടാ? ഓക്കെ. ഇതില് 5% റിസർവ് ഇതില് ഡിഡക്റ്റ് ആവും. ഇതില് 15% റിസർവ് ഇതില് ഡിഡക്റ്റ് ആവും. അല്ലേ? 84,000 മൈനസ് 5% 4,31,300 48,000 മൈനസ് 15% 2,10,800 ഇതിന്റെ ആണ് 90% കൊടുക്കുക 65% കൊടുക്കുക 4,31,300 ഇൻറ്റു 90% പറഞ്ഞാൽ 388 170 ഏഹ് 1,37,020 525 190 ആണ് ടോട്ടൽ ലോണ് കൊടുക്കുക. ഏഹ് കണ്ടാ? ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലൈക്ക് ഇതിന്റെ മേലെ ആഹ് ഇവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് പെർസെന്റേജ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോ ലൈക്ക് ഇതിന്റെ മേലെ എത്രയാണ്? 12%ഉം ഇവിടെ 15%ഉം 15% പക്ഷെ ടാക്സ് റേറ്റ് നമുക്ക് കുറക്കണ്ടേ? 25%ഉം 12 മൈനസ് 25% ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അത് ഭയങ്കര ഇതിനൊന്നും സമയം കളയാത്തത്. 11.25ഉം ഇതെങ്ങനെ ഡ്യൂറിങ് ദി ഇയർ ആണ് ലൈക്ക് ഡ്യൂറിങ് ദി ഇയർ ഫുള്ള് റീപേ ചെയ്തിട്ടില്ല എന്നുള്ള അസംഷനിൽ നമുക്ക് ഡ്യൂറിങ് ദി ഇയർ അപ്ലൈ ചെയ്യാം ഇൻട്രസ്റ്റ്. ഇവിടെ 9%ഉം അപ്പോൾ 388 170 ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ 9% ലോണ് എത്ര 34,000 അയ്യോ നോക്കിയോട്ടെ 34,935ഉം 137,020 ഇൻറ്റു 11.25% 15,415 ടോട്ടൽ എത്ര 34,915 50,350 എന്തോ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. ഉം. ഉം. ഇവര് ഈ ഇതെത്ര വരുന്നത് 67 133.4 മൈനസ് 25% ആ 50,350 അത് തന്നെയാണോ ഇവിടെ വന്നത്? ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര വരുന്നത്? ആ അപ്പൊ വിഷയമല്ല. പ്രസന്റേഷൻ വിഷയമല്ല ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ് ഞാൻ ചെയ്തു. രണ്ടും കറക്റ്റ് തന്നെയാണ്. ഇത് ഡിവൈഡഡ് ബൈ കിട്ടിയ എമൗണ്ട് എത്രയാണ്? 525 190. അപ്പൊ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയില്ലേ? എഫക്റ്റീവ് മീൻസ് നമുക്ക് കിട്ടിയതിന്റെ ബേസിസിൽ എത്ര എമൗണ്ട് അങ്ങോട്ട് കൊടുത്തു? 5,25,190 ലോണ് കിട്ടി എൻഡ് ലിമിറ്റഡിന്. ഇൻട്രസ്റ്റ് ഡ്യൂറിങ് ദി ഇയർ 50,350 കൊടുത്തു. അപ്പൊ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് എഫക്റ്റീവ്ലി വരുന്നത്? 9.587 9.59. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രസന്റേഷൻ ഇതിലാണ്ട നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. വായിച്ചു നോക്കിയാൽ മതി. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഇവിടെ ഒരു ഇടയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ചെയ്യണില്ല കാരണം ഇത് ഭയങ്കര ലെങ്തി ആണ്. ഇതൊന്നും എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര റയർ ആണ്. കാരണം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. കാരണം ഇതൊക്കെ എക്സാം ചോദിക്കുകയാണെങ്കിൽ ഒരു 20 മാർക്കിന് ചോദിക്കേണ്ടി വരും. പക്ഷെ അത്രയൊന്നും മാർക്കിന് നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. നിങ്ങൾക്ക് പറ്റുവെച്ചാൽ ചെയ്യാം. അല്ലാതെ അത്യാവശ്യം പഠിക്കാണ്ടല്ലോ വേറെ. ഓക്കെ.
ഇതൊക്കെയാണ് മെയിൻലി ഡെറ്റർസ് മാനേജ്മെന്റില് ഫാക്ടറിംഗ് ആയാലും അല്ലാതെ വരുന്നത്. ഇതൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. നമ്മളിപ്പോ ഫാക്ടറിംഗിലത്തെ മെയിൻ ക്വസ്റ്റ്യൻസാണ് ഇതിലുള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ബേസിക്കലി ഇതാണ് ഒരു ക്വസ്റ്റ്യന് നോർമൽ സ്റ്റഡി മെറ്റീരിയൽ ഒരുവിധം ഉള്ളത്. ഇതൊക്കെ ഇത്തിരി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. മനസ്സിലായില്ലേ എന്ന് എനിക്ക് മെസ്സേജ് അയച്ച് പറയണം. ഓക്കെ. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ